നിർദ്ദേശം നടത്താറുണ്ട്. പിന്നെ ഇത്തരത്തിലൊരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലുള്ള ലൈബ്രറി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കും. ഈ രണ്ട് ലൈബ്രറിയും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനെയും അനാഥാലയത്തിൽ ഞാൻ ഓഡിയൻസ് ആണെന്ന് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. എല്ലാ ആളുകളും കുറച്ച് പേരുണ്ട്. അപ്പം ഈ ഉദ്ദേശകാര്യമാണ്. ആ ഉദ്ദേശകാര്യം വളരെ വളരെ മറ്റൊരു സങ്കല്പമാണ് മുന്നോട്ട് വരുന്നത്. ഈ ഒരു വർക്ക്ഷോപ്പിന് തന്നെ അനുയോജ്യമായ രീതിയിലാണ് കുറച്ച് കുട്ടികളൊക്കെ ഓഡിയൻസ് ആയിട്ടുണ്ടാവും. റിസോഴ്സ് പേഴ്സൺ പ്രസന്റ് ചെയ്യും. അത് കംപ്ലീറ്റ് ഞാൻ വീഡിയോ അവിടെ ചെയ്യും. ഇന്നത്തെ കോളേജിലെ മുഴുവൻ കുട്ടികളെയും ഇതാണ്. അപ്പോ അതിന്റെ ഒരുപാട് ഈ ഒരു വർക്ക്ഷോപ്പിന്റെ മുഴുവൻ മാനങ്ങൾ വരുന്നത് അടങ്ങിയിരിക്കുന്നതാണ്. നമ്മുടെ ലൈബ്രറിയിലേക്ക് പോയാൽ പുസ്തകം തിരഞ്ഞെടുക്കുന്നത് എവിടെ പുസ്തകമുണ്ടോ പുസ്തകങ്ങളിലല്ലോ. ആ പുസ്തകമില്ല നമ്മുടെ കാലം മാറി എന്നുള്ളതാണ് ഈ കാലത്തെ വിഷയം. ഒരു 100 പുസ്തകം വാങ്ങണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ചിലവാണ്. എന്നാൽ നിങ്ങൾക്ക് 10,000-കണക്കിന് പുസ്തകങ്ങൾ ആക്സസ് ചെയ്യണമെങ്കിൽ ഫ്രീ കോസ്റ്റാണ്. ഓൺലൈൻ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും നമുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇത്രയും പുസ്തകങ്ങൾ വായിച്ചു തീർക്കുമ്പോൾ നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ കോപ്പിറൈറ്റ് പരിധി ഇല്ലാതെ. അപ്പൊ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ലൈബ്രറി എന്നുള്ളത് കുറെ പുസ്തകങ്ങൾ അടുക്കി ചെയ്ത സ്ഥലമാണ്. പക്ഷെ ലൈബ്രറി എന്നുള്ളത് സവിശേഷമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ലൈബ്രറികൾ നിർബന്ധമാണ്. ലൈബ്രറികൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നോളജിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. അതിനൊരു കേന്ദ്രമായിട്ട് മാറും എന്നുള്ളതാണ് ലൈബ്രറി. അതിനകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ മറ്റൊക്കെ മാറും എന്നുള്ളതാണ്. അങ്ങനെ മാറുമ്പോൾ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറണം എന്നുള്ളതാണ്. അപ്പോൾ ലൈബ്രറിയും അവൈലബിളായിട്ടുള്ള റിസോഴ്സുകളും മെർജ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളുമായിട്ട് ഈ റിസോഴ്സുകൾ ആക്സസ് ചെയ്യാം, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ, വായിക്കാം. ഇതിനൊക്കെ ഒരു കേന്ദ്രമായിട്ട് ലൈബ്രറി മാറും. അതാണ് ഈ ലൈബ്രറി ഈ കാലത്തെ ഒരു ഫംഗ്ഷനായിട്ട് ഉള്ളത്. ആ രീതിയിൽ പ്രവർത്തിക്കാൻ ലൈബ്രറികളും ലൈബ്രറിയന്മാരും സ്റ്റുഡൻസും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എത്തിപ്പെടാവുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ റിസോഴ്സുകൾ എല്ലാവർക്കും വിജ്ഞാനം നമുക്ക് വിരൽത്തുമ്പിലാണെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമുക്കൊരു ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഒരു കമ്പ്യൂട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടാബ് പ്രസ് ചെയ്ത് കിട്ടുന്ന വിവരങ്ങളെ നല്ല മോബൈലുകളാവുക മനസ്സിലായി. നമുക്ക് നല്ലൊരു റിസോഴ്സ് പേഴ്സൺ തന്നെ അവൈലബിൾ ആയിരിക്കുന്നു. പരമാവധി റിസോഴ്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതും ആ അർത്ഥത്തിൽ അങ്ങനെ തന്നെ കാണും. റിസോഴ്സാണ്. റിസോഴ്സ് ഇങ്ങനെ എന്താണ് മണ്ണിന്റെ അടിയിൽ പെട്രോളിയം ഇങ്ങനെ കടന്നിട്ട് കാര്യമില്ല. അത് കുഴിച്ചെടുത്തിട്ട് അത് പെട്രോളും ഡീസലേക്ക് മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. റിസോഴ്സ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, യു ക്യാൻ ആസ്ക് യുവർ ക്ലാരിഫിക്കേഷൻസ്, ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. റിസോഴ്സുകൾക്ക് നിങ്ങൾക്ക് ആ റിസോഴ്സിന് മുന്നിൽ തുറന്നു വരും. നിങ്ങൾ ടീച്ചർ പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ പറയുകയും അത് പറഞ്ഞു പോവുകയും ചെയ്യുന്നതായി മാറും. ആ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ആശങ്കകളും നിങ്ങൾക്കുള്ള ആകാംക്ഷകളൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് ആ റിസോഴ്സ് നമുക്ക് ബെനിഫിഷ്യലായിട്ട് മാറ്റുന്നത്. നിങ്ങൾ അത്തരത്തിൽ അത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ രാജ്യത്ത് തന്നെ കുട്ടികളുണ്ട്. അത് കുറച്ച് പേരാണുള്ളത്. ബാക്കിയുള്ള ആളുകൾക്ക് ഇതിങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല ഇതിന്റെ ഒരു എന്താണ് ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യുന്ന ഏജൻസികളായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ് ഇതിന് ശേഷം ഉണ്ടാവുന്നത്. ഇതുപോലെ നമ്മുടെ വീഡിയോ പ്രസന്റേഷൻസ് എല്ലാ ക്ലാസ്സുകളിലും ഇതുപോലെ കാണിക്കാനാണ് ലൈബ്രറിയുടെ പ്ലാൻ എന്നുള്ള സന്തോഷം. ഏറ്റവും നന്നായി നടക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുകയും ഇതിൽ വന്ന എല്ലാവരെയും സ്നേഹവും സ്വാഗതം ചെയ്യുകയും ചെയ്തു.
അപ്പൊ നമ്മുടെ ലൈബ്രറിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഫോണിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടുണ്ടോ? ഡിജിറ്റൽ റിസോഴ്സസ് എംപവറിംഗ് നോളജ് ആക്സസ് അല്ലേ? അപ്പൊ നിങ്ങൾ മൊബൈൽ ഫോണിലാണെങ്കിലും അതിനൊരു ലാപ്ടോപ്പിന്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ്, ഒരുവിധം കാര്യങ്ങളെല്ലാം ആൾമോസ്റ്റ് ഒരു 95% ഓഫ് ദ ഈ റിസോഴ്സസ് ഇന്ന് വേൾഡിൽ അവൈലബിൾ ആയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ ചെയ്യും. ചെറിയ ചെറിയ നുറുക്ക് കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ. കൂടുതലൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ടെക്കികൾ നിങ്ങളാണ് അല്ലേ? അല്ല, ടീച്ചേഴ്സ് ഇങ്ങനെ PPT ഒക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പല പൊട്ടത്തരങ്ങളും ടീച്ചേഴ്സ് ചെയ്യും. പക്ഷെ അത് നിങ്ങളെ കൈമ തന്നാൽ നിങ്ങളൊരു സെക്കൻഡോട് ഞങ്ങൾക്ക് റെഡിയാക്കി തരും. ശരിയല്ലേ? അല്ലേ? എന്താ ആന്ന് പറയാം. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പലതും ചില സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് സ്റ്റക്കാവും, അല്ലെങ്കിൽ അത് ലോഡാവില്ല, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പൊ കുട്ടികൾ വന്ന് വേഗം എന്ത് ചെയ്തു തരും? അത് റെഡിയാക്കി തരും. അപ്പൊ നിങ്ങൾ ഞങ്ങളെക്കാൾ കുറെ എന്താ പറയാ എംപവേർഡ് ആണ് ആ കാര്യങ്ങളിൽ. അപ്പൊ വളരെ ഈസി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ റിസോഴ്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ റിസോഴ്സുകൾ ഇപ്പൊ നിങ്ങളെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പൊ 4 ഇയർ UG ആണല്ലോ നിങ്ങൾ അല്ലേ? 4ാമത്തെ വർഷം PG കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഒരു വർഷം കൂടി PG കംപ്ലീറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ റിസർച്ചും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? JRF കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം റിസർച്ചിലേക്കൊക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് എന്ത് വേണം, നമുക്ക് കിട്ടണം അല്ലേ? അപ്പൊ അതൊക്കെ ലഭ്യമാകുന്ന ഒരു സ്ഥലം നിങ്ങളുടെ ലൈബ്രറി വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. ഒരുപാട് ഈ റിസോഴ്സുകളുടെ ലിങ്കുകളാണ് നിങ്ങളുടെ വെബ്സൈറ്റിലുള്ളത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ലൈബ്രറി പോവാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിസോഴ്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാധാരണ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയം കിട്ടണം, ഏതെങ്കിലും ഒരു റൈറ്ററുടെ പോയം കിട്ടണം, അല്ലെങ്കിൽ ഷേക്സ്പിയറുടെ ഏതെങ്കിലും ഒരു ഡ്രാമയുടെ ക്രിറ്റിസിസം കിട്ടണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഗൂഗിളിൽ അങ്ങ് സെർച്ച് ചെയ്യും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കുറെ ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്, ഒരുപാട് കിട്ടൂലേ? അതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുക? ആദ്യം കാണുന്നത് അങ്ങോട്ട് എടുത്ത് യൂസ് ചെയ്യും അല്ലേ? അങ്ങനെ യൂസ് ചെയ്യുന്നവരില്ലേ? 10,000 അല്ല, ലക്ഷക്കണക്കിന് ലിങ്കുകളും ഇൻഫർമേഷനുമാണ് ഒരു ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക അല്ലേ? ഗൂഗിൾ സ്കോളർ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനം ഉണ്ട്, ഗൂഗിളിന്റെ ഒരു അനിയനാണ് ഗൂഗിൾ സ്കോളർ. അതിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും പിൻ പോയിന്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക ഗൂഗിൾ സ്കോളറിലാണെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കുറച്ചും കൂടി പിൻ പോയിന്റ് ആയിട്ട് കിട്ടുന്ന സൈറ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ ലൈബ്രറിയിൽ ഉള്ളത്. ഇതാണ് നിങ്ങളുടെ ലൈബ്രറിയുടെ വെബ്സൈറ്റ്. ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടില്ല? നിങ്ങളെ കയ്യിലൊക്കെ ഫോണില്ലേ? നെറ്റും ഇല്ലേ? ഇല്ലേ? ഞാൻ പറയുമ്പോൾ ഓപ്പൺ ആക്കണം കേട്ടോ. ഇപ്പൊ എടുക്കണ്ട, ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ പറയുന്നത് സത്യമാണോ എന്നുള്ളത്, അല്ലാതെ ഞാൻ ഇങ്ങനെ വന്ന് കുറെ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണ്ടേ? സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യാം, മൊബൈലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്തൊക്കെയാണിത്? നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? വെബ്സൈറ്റ് തുറന്നു നോക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടൊക്കെ തുറന്നു നോക്കിയത്? ഉണ്ട്. അപ്പൊ ഇതിൽ കുറെ സാധനങ്ങളുണ്ട് അല്ലെ? ലൈബ്രറി സെക്ഷൻസ് ഉണ്ട്, ലൈബ്രറി സർവീസ്, ഇ റിസോഴ്സസ്, ലൈബ്രറി ബ്ലോഗ്, മെമ്പർഷിപ്പ് ഫോറം, ഒപ്പാക്ക്, റൂൾസ്. നമ്മുടെ ഇപ്പൊ ലൈബ്രറിയിൽ എന്ന് പറഞ്ഞാൽ പണ്ടത്തത് പോലെ ഒരുപാട് ബുക്കുകൾ ഇങ്ങനെ ഷെൽഫിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നല്ലൊരു സർവറും ഒരു ലൈബ്രറിയനും ഉണ്ടെങ്കിൽ ഏകദേശം 80% ഓഫ് ദ ഇൻഫർമേഷനും കുട്ടികൾക്ക് പാസ് ചെയ്യാൻ കഴിയും. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയനും ഈ ഒരു നല്ലൊരു സർവറും ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ 80% ഓഫ് ദ റിസോഴ്സസ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ബുക്കുകൾ ഇരുന്ന് പോയിട്ട് എടുക്കുക, ആ ബുക്കുണ്ടോ ഈ ബുക്കുണ്ടോ എന്ന് പോയിട്ടാ ചോദിക്കുക. ഇന്നത് മാറിയിട്ടുണ്ട്. ഇന്ന് ചോദിക്കുക എന്താ, വളരെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ സാധനം. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടാവും അല്ലെ? ആ അസൈൻമെന്റ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്.
മാക്ബത്തിനെ കുറിച്ചുള്ള ക്രിറ്റിസിസം ഉണ്ടോ, അല്ലെങ്കിൽ മാക്ബത്തിനെ കുറിച്ച് ഇന്ന ആൾ എഴുതിയ ക്രിറ്റിസിസം ഉണ്ടോ, അതായിരിക്കും നിങ്ങൾ പോയിട്ട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ സയൻസുകാർ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കണ്ടുപിടുത്തം എന്താണ്, അല്ലെങ്കിൽ റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ നാനോ ടെക്നോളജി എന്താണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. വളരെ പിൻ പോയിന്റഡ് ആയിട്ടായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുക, ചോദ്യം ചോദിക്കുക. അപ്പൊ ഇതിന് നമ്മൾ ആ സ്പോട്ടിൽ ആൻസർ പറയണ്ടേ? അപ്പൊ ഈ ബുക്കൊക്കെ എടുത്ത് നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയോ? ഇല്ല. ആ സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത്, ഈ റിസോഴ്സസ് എന്നുള്ളത്. ആദ്യം നമുക്ക് ഈ ലൈബ്രറിയുടെ സെക്ഷൻസ് ഒന്ന് പരിചയപ്പെട്ടുണ്ട്. ലൈബ്രറിയൻ എവിടെ ഇരിക്കാറ്? കയറി ചെല്ലുന്ന ഭാഗത്ത്, ചില്ലുകൂടിലാണോ? അല്ല, സാധാരണ ഇരിക്കുന്നത് അല്ലേ? ആ സെക്ഷൻ എന്താ പറയാ? ബുക്ക് എടുക്കാറുണ്ടോ നിങ്ങള്? എന്താ ബോയ്സ് ഒന്നും പറയുന്നില്ലല്ലോ, എന്താണ്? നിങ്ങൾ ഇവരോട് തെറ്റിലാണോ? ആണോ? അല്ല. ബുക്ക് എടുക്കാറുണ്ടോ? എടുക്കലുണ്ടോ? അത് തിരിച്ചു കൊടുക്കലുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പൊ നമ്മള് ബുക്ക് എടുക്കാനും തിരിച്ചു കൊടുക്കാനും നിങ്ങളൊരു സ്ഥലത്ത് പോകുമല്ലോ, അതിന്റെ പേരെന്താണെന്നറിയോ? കൗണ്ടർ എന്നാണ് നിങ്ങൾ പറയാ അല്ലേ? പക്ഷെ അതല്ല, അത് ഇതാണ്, സർക്കുലേഷൻ സെക്ഷൻ എന്നാണ് അതിന് പറയാം. സർക്കുലേഷൻ സെക്ഷൻ എന്ന് പറയുന്നത് അവിടെ കുറെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈബ്രറി കയറുന്നു, ബുക്ക് എടുക്കുന്നു, 14 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു. അതേപോലെ നിങ്ങൾ ലൈബ്രറിയിൽ ഒരു മെമ്പർ ആവാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് എടുക്കാനും ഈ സെക്ഷനിൽ തന്നെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈബ്രറി ചെറിയ ലൈബ്രറി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് സെക്ഷൻസ് ഇങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റാത്തത്. വലിയ ലൈബ്രറികളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് സെക്ഷൻസ് കാണാൻ പറ്റും. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ സെക്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കിട്ടും, MG യൂണിവേഴ്സിറ്റി കിട്ടും, കുസാറ്റിൻ്റെത് കിട്ടും, ഫറൂഖ് കോളേജിൻ്റെതൊക്കെ എന്ത് ചെയ്യും, വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ. അപ്പൊ അതിലൊക്കെ കയറി നോക്കുന്ന സമയത്ത് ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ട് തന്നെ കാണാം, ഓരോ റൂമുകളായിട്ടും ഏരിയകളൊക്കെ ആയിട്ട് വേർതിരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ സെക്ഷനിൽ വെച്ചിട്ടാണ് ബുക്ക് ഇഷ്യൂ ചെയ്യുന്നതും റിട്ടേൺ ചെയ്യുന്നതും, അതേപോലെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നതും. ഇനി ലാസ്റ്റിൽ നിങ്ങൾ പോകുമല്ലോ, തിരിച്ചു പോകുമല്ലോ, 4 വർഷം കഴിഞ്ഞാൽ പോകൂലേ അല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന്റെ സൈൻ ഇല്ലാതെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, TC കിട്ടൂല. ലൈബ്രറിന്റെ സൈൻ വേണം TCയിൽ. നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടണം. അതും തരുന്നത് എവിടുന്ന് വെച്ചിട്ട് തന്നെയാണ്, ഈ സർക്കുലേഷൻ സെക്ഷനിൽ വെച്ചിട്ടാണ്. ഈ പ്രൊസീജിയർ ഒക്കെ നടക്കുന്നത് വലിയ വലിയ ലൈബ്രറികളിലാണെങ്കിൽ ഇവിടെയൊക്കെ ഇതേപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള 2 or 3 ലൈബ്രറിയന്മാരുണ്ടാവും. നമ്മുടെ ഇപ്പൊ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണ്, ഭാവിയിൽ അങ്ങനെ ആയിട്ട് മാറും അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഇതിൽ പരിചയമുള്ള സെക്ഷൻസ് ഏതൊക്കെയാണ് നോക്കി. ലാസ്റ്റിലൊരു സാധനം കണ്ട, പ്രോപ്പർട്ടി കൗണ്ടർന്ന്. അതെന്താ? ലൈബ്രറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ അവിടേക്ക്? ഇല്ല അല്ലേ? എന്തുകൊണ്ടാ ബാഗ് കൊണ്ടുപോകണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണ്? തിരിച്ചു പോകുമ്പോ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകുമെന്നുള്ള പേടി കൊണ്ടാണ് അല്ലെ? ഇതെവിടെ നിങ്ങൾ വെക്കാറ്? പുറത്ത്. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് പ്രോപ്പർട്ടി കൗണ്ടർ എന്നുള്ളത്. പ്രോപ്പർട്ടി, നിങ്ങളുടെ പ്രോപ്പർട്ടി സൂക്ഷിക്കാനുള്ള കൗണ്ടറിനെയാണ് എന്ത് പറയുന്നത്, പ്രോപ്പർട്ടി കൗണ്ടർ എന്ന് പറയും. ചില സ്ഥലത്ത് പേഴ്സണൽ ബിലോങ്സ് കൗണ്ടർ എന്നും പറയാറുണ്ട്. പത്രം വായിക്കാറുണ്ടോ? ഏത് പത്രം വായിക്കല്? ഈ ന്യൂസ് പേപ്പർ ആണോ വായിക്കാറ്, അതോ സാധാരണയുള്ള പത്രങ്ങളാണോ വായിക്കാറ്? സാധാരണ പത്രങ്ങൾ. കോളേജിൽ നിന്നാണോ വായിക്കാറ്? നിങ്ങൾ എവിടെ പോയിട്ടാ വായിക്കാം? ന്യൂസ് പേപ്പർ ഒറ്റ സ്ഥലത്തുനിന്ന് വായിക്കും അല്ലെ? ആ ഏരിയ പറയുന്ന പേരാണ് എന്ത്, ന്യൂസ് പേപ്പർ റീഡിംഗ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഏരിയ എന്താണ് പറയുന്നത്, ന്യൂസ് പേപ്പർ റീഡിംഗ് ഏരിയ. ഓപ്പൺ റീഡിംഗ് ഏരിയ, അവിടെ പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യല്? മൂഡിനനുസരിച്ച് വേണം, നമ്മൾ ഇരിക്കുന്ന സ്റ്റൈലിനനുസരിച്ചിരിക്കണം, നമ്മുടെ ആ ബോഡി ലാംഗ്വേജിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് വരിക, റീഡിങ് വരിക അല്ലെ, വായന വരിക അല്ലേ? അപ്പോഴല്ലേ നമുക്ക് വായിക്കാൻ മനസ്സിലാവുള്ളൂ. അങ്ങനെയൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരിക, നമ്മളെ ഇന്റലക്ച്വൽ തോട്ട് പുറത്തേക്ക് വരും. അതായത് നമുക്ക് എഴുതാനൊക്കെ ഉള്ള ഒരു ആഗ്രഹങ്ങള് പുറത്തേക്ക് വരും അല്ലെ? അതിനുള്ളൊരു ഏരിയ ആണ് എന്ത്, ഓപ്പൺ റീഡിംഗ് ഏരിയ. അത് അടുത്ത് വരും എന്നാണ് പറയുന്നത്. യൂസ് ചെയ്യാറില്ലേ? കണ്ടിട്ടുണ്ടോ?
ഇല്ല. എൻസൈക്ലോപീഡിയ കണ്ടിട്ടില്ലേ? സ്കൂൾ പഠിക്കുമ്പോൾ കണ്ടില്ല? സർവ്വവിജ്ഞാനകോശം, ബ്രിട്ടാനിക്ക കണ്ടില്ല? ഇവിടെ അല്ലേ, ലൈബ്രറിയിലില്ലേ? ഉണ്ട്. അതൊരു സ്ഥലത്തുണ്ട് ഇവിടെ. അത് നല്ല ഭംഗിയായിട്ട്, നല്ല ഭംഗിയുള്ള പുസ്തകങ്ങളാണ്. നമ്മൾ കണ്ടാൽ തന്നെ എടുത്തു നോക്കും, അതിന്റെ മോടിയും ആ ഭംഗിയൊക്കെ കാണുമ്പം നല്ല ഭംഗിയിലുള്ള എൻസൈക്ലോപീഡിയകളൊക്കെ പല സബ്ജക്റ്റുകളുണ്ട്. ജനറൽ മാത്രമല്ല, ഇംഗ്ലീഷിലുണ്ട്, ഈ ഹിസ്റ്ററിയിലുണ്ടാവും, എക്കണോമിക്സിലുണ്ട്, മാത്സിലുണ്ട്, എല്ലാ സബ്ജക്റ്റുകളിലും എൻസൈക്ലോപീഡിയയും ആ സബ്ജക്റ്റുകളുടെ ടെക്നിക്കൽ ടേംസുകൾ വെച്ചിട്ടുള്ള ഡിക്ഷണറികളും അവൈലബിൾ ആണ്. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ് റെഫറൻസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബുക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വില കൂടിയ ബുക്കുകളായിരിക്കും. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തരില്ല. നിങ്ങൾക്ക് അവിടെ ഇരുന്ന് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഗിന്നസ് ബുക്ക് അല്ലെ, ഇയർ ബുക്കുകള്. ഇപ്പൊ സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനാവശ്യമായിട്ടുള്ള ബുക്കുകളൊക്കെ, ആ ബുക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വില കൂടിയ ബുക്കുകളായിരിക്കും. അല്ലെങ്കിൽ ലൈബ്രറിയിൽ ഒരു ബുക്ക് മാത്രമേ അവൈലബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ 1-2 കോപ്പികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 1-2 കോപ്പികളുള്ള ബുക്കുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് എന്താ സംഭവിക്കുക? ചില കുട്ടികൾ അത് റിട്ടേൺ ചെയ്യില്ല. ഒന്ന്, വായിക്കാതെ കൊണ്ടുപോയത് അറിയാതെ ആ ഷെൽഫിൽ ഇട്ടിട്ടുണ്ടാവും. രണ്ടാമത്തത്, ഇതിന്റെ യൂസ് കൊണ്ട്, കാരണം ഇതിന് റിട്ടേൺ ചെയ്താൽ എനിക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ള പേടി കാരണം ലൈബ്രറി കൊടുക്കാത്തവരും ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ വില കൂടിയ ഇൻഫർമേഷനുകളുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് എന്ത്, റെഫറൻസ് സെക്ഷൻ. അവിടെ എൻസൈക്ലോപീഡിയോ അല്ലെങ്കിൽ ഈ ഗിന്നസ് ബുക്കോ അല്ലെങ്കിൽ ഇന്ത്യ മാനുവൽ എന്ന് പറഞ്ഞത്, ഇയർ ബുക്ക്, ഗസറ്റേഴ്സ്, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അതിന് പുറമെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ടാവും. നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെത് ഉണ്ടാവാം, നിങ്ങൾ കൊടുക്കുന്ന പ്രൊജക്റ്റുകൾ ഉണ്ടാവാം, ഇവിടുത്തെ ഡെസർട്ടേഷനുകൾ ഉണ്ടാവാം, തിസീസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കുന്ന സെക്ഷനാണ് എന്ത്, റെഫറൻസ് സെക്ഷൻ എന്ന് പറയുന്നത്. മാഗസിൻസ് ഒക്കെ വായിക്കാറുണ്ടോ? എന്താ വായിക്കാറ്? ഇന്ത്യ ടുഡേ, എക്കണോമിക് വീക്കിലി. നിങ്ങൾ ഇംഗ്ലീഷുകാരല്ലേ? അപ്പൊ അങ്ങനത്തെ മാഗസിനൊക്കെ വായിക്കണ്ടേ? ലാംഗ്വേജും ഇമ്പ്രൂവ് ചെയ്യണം, അതോടൊപ്പം തന്നെയാണ് എന്ത്, നിങ്ങളെ കരിയറും ഇമ്പ്രൂവ് ചെയ്യണം, സബ്ജക്റ്റും ഇമ്പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ ഈ പീരിയോഡിക്കൽ വായിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ മാഗസിൻ. പീരിയോഡിക്കലിലും മാഗസിനിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഉണ്ടാവുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഉണ്ടാവുക. അതിനുശേഷം മാത്രമേ ബുക്കിലേക്ക് വരുള്ളൂ. പീരിയോഡിക്കൽ അത് ബുക്കിലേക്കുള്ള ഒരു പാത്താണ്. ആ ബുക്ക് ഫസ്റ്റ്, അതായത് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ആദ്യം ഇറങ്ങുന്ന ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന സ്ഥലം എവിടാണ്? പീരിയോഡിക്കൽ അല്ലെങ്കിൽ മാഗസിൻ. ഇനി ന്യൂസ് പേപ്പർ, ഇതിലൊക്കെയാണ് ഇൻഫർമേഷൻ, പുതിയ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആകുക. അതിനുശേഷമാണ് അത് എന്തായിട്ട് വരിക? പല ഗവേഷണങ്ങളും ആദ്യം ആർട്ടിക്കിളുകളായിട്ടും ലേഖനങ്ങളായിട്ടും വന്നതിന് ശേഷമാണ് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഇത് കിട്ടുന്ന സ്ഥലമാണ് എന്ത്, പീരിയോഡിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങള് ബുക്കിൽ നിന്നൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കല്ലേ, അല്ലേ? അത് എവിടുന്ന് എടുക്കല്? ലൈബ്രറിയിലാണ്, അല്ലേ? അതിന് പറയുന്ന പേരാണ് ഫോട്ടോസ്റ്റാറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കരിയർ ഡെവലപ്പ് ചെയ്യണ്ടേ? എന്താണ് നിങ്ങളുടെ കരിയറിൽ എന്ത് ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എന്താണ് നിങ്ങളുടെ അംബിഷൻ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ വൊക്കാബുലറി. കരിയർ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറെ എന്തൊക്കെ, ഏതൊക്കെ ഫീൽഡിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹങ്ങൾ ഇപ്പോഴല്ലേ ഉണ്ടോ? ഏതൊക്കെ ഫീൽഡാ? ഹെൽത്ത് റിലേറ്റഡ്, ടീച്ചിങ്, പിന്നെ വേറെ ആർക്കും ഇല്ലേ? ബോയ്സിനൊന്നും ഇല്ലേ? അപ്പൊ ഈ കരിയർ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട ഇൻഫർമേഷൻ തരുന്ന ഏരിയയാണ് എന്ത്, കരിയർ കോർണർ എന്ന് പറയാം. എനിക്ക് തോന്നുന്നു തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, PSC ബുള്ളറ്റിങ്, യൂണിവേഴ്സിറ്റി ന്യൂസ്, അതൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ അവൈലബിൾ ആവുക, അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള. ഇനി അതല്ലാതെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പുറപ്പെടുവിക്കുന്ന പലതരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, എക്സാമുകൾ ഉണ്ടാവും, സ്കോളർഷിപ്പുമായിട്ടുള്ള എക്സാമുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ. നിങ്ങൾ സാധാരണ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റും
കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണല്ലോ. അതല്ലാതെ എക്സാമുകൾ എഴുതിയിട്ട് നമുക്ക് എന്ത് കിട്ടും? സ്കോളർഷിപ്പ് നേടാൻ പറ്റും. അതേപോലെ സമ്മർ വെക്കേഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിലൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ ഇതേ രൂപത്തിലുള്ള മാഗസിൻസും അതുമായിട്ടുള്ള ഇൻഫർമേഷനും അവൈലബിൾ ആവുന്ന ഏരിയ ആണ് എന്ത്? കരിയർ കോർണർ എന്ന് പറയുന്നത്. പിന്നെ ബുക്ക് ബാങ്ക്. ബുക്ക് ബാങ്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ അവിടെ? ബുക്ക് ബാങ്ക് 1 ഇയറിനല്ല കൊടുക്കുന്നത്. ബുക്ക് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സിസ്റ്റമാണ്. അത് ചില കോളേജുകളിൽ മാത്രമേ അത് കൊണ്ടെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതൊരു ശരിക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബുക്ക് ബാങ്ക് എന്ന് പറയുന്നത്. അത് ചിലപ്പം ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആവാം, അതല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യും. 1 വർഷത്തേക്ക് ഒരു ബുക്ക് ഒരു കുട്ടിക്ക് കൊടുക്കാം. അവരുടെ അക്കാഡമിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക്. നിങ്ങളുടെ റെഫറൻസിലുള്ള ബുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ റെഫറൻസിലുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് ആ അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എൻഡ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് യൂസ് ചെയ്യാൻ പറ്റും. ആ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളത് റിട്ടേൺ ചെയ്യണം. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ കെമിസ്ട്രി ആയിരുന്നു. അപ്പൊ ബുക്കിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ എല്ലാ വർഷം 3 വർഷം ഞങ്ങൾക്ക് ഒരു ബുക്ക് തന്നിരുന്നു. ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും കിട്ടുന്ന ഒരു ബുക്ക് ഒരു കുട്ടിക്ക് കൊടുക്കിയിരുന്നു. അപ്പോൾ 20 കുട്ടികളല്ലേ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കുട്ടിക്ക് എന്തായാലും ഒരു ബുക്ക് ഉണ്ടാവും. അത് ലാസ്റ്റ് എക്സാം കഴിയുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പേരിൽ ഫൈനാണ്. നമ്മളത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ബുക്ക് നമ്മൾ ഒന്നുകിൽ റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഫണ്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ നമുക്കൊരു 1 ഇയറിനേക്ക്, ഇപ്പൊ നിങ്ങൾക്ക് സെമസ്റ്റർ ആയതുകൊണ്ട് 6 മന്തിനേക്കായിരിക്കും ഈ രൂപത്തില് ബുക്കുകൾ നിങ്ങൾക്ക് തരും. അതിനെയാണ് ബുക്ക് ബാങ്ക് എന്ന് പറയുന്നത്. ആ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പൊ കുറഞ്ഞ കോളേജുകള് ആ ഫെസിലിറ്റി ഉള്ളൂ. കാരണം കുറെ ബുക്കുകൾ വേണം കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ CD DVD സെക്ഷൻ. CD DVDകളൊക്കെ അവൈലബിൾ ആവും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ തന്നെ സിസ്റ്റം ഉണ്ടാവും. അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ടെക്നിക്കൽ സെക്ഷൻ. അത് നിങ്ങളെ ബാധിക്കുന്ന സെക്ഷൻ അല്ല. ഈ ബുക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിന് പേരിടണം, നമ്പർ ഇടണം, അത് ലൈബ്രറിയിലെ സാധനമാണെന്ന് എൻ്റർ ചെയ്ത് വെക്കണം. അങ്ങനത്തെ അതിന്റെ ഫിസിക്കൽ പ്രോസസ് ഒക്കെ നടക്കുന്ന സെക്ഷനാണ് ഏത്? ടെക്നിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ഡിജിറ്റൽ ലൈബ്രറി. ഡിജിറ്റൽ ലൈബ്രറി എന്താണ്? ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഇൻഫർമേഷൻ സോഴ്സുകൾ ഉപയോഗിക്കാനുള്ള ലൈബ്രറിയാണ് എന്ത്? ഡിജിറ്റൽ ലൈബ്രറി എന്ന്. അവിടെ ഈ ഡോക്യുമെന്റ്സുകളാണ് നിങ്ങൾക്ക് ഡിജിറ്റൽ ഫോമിലുള്ള ഡോക്യുമെന്റുകളാണ് കിട്ടുക. ആ ഡിജിറ്റൽ ലൈബ്രറി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കും. ഇപ്പൊ DSpace, ഗ്രീൻ സ്റ്റോൺ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റൽ ലൈബ്രറി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻഫർമേഷൻസ് ഒക്കെ അതിന് ആക്സസ് ചെയ്യാൻ പറ്റും. അവിടെയുള്ള വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ചില ബുക്കുകളൊക്കെ റയർ ബുക്കുകളായിരിക്കും. 50 വർഷം പിന്നിട്ട ബുക്കുകളും 60 വർഷം പിന്നിട്ട ബുക്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ ലൈബ്രറിയിൽ ഇപ്പൊ അതിന് പ്രശ്നം ഉണ്ടാവില്ല. കാരണം കുറഞ്ഞ കാലങ്ങളായിട്ടല്ലേ തോന്നുന്നുള്ളൂ. വലിയ വലിയ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ബീജന്ത ഗവൺമെന്റ് ആർട്സ് സയൻസ് കോളേജ്, അവിടെ സെക്കൻഡറി കളക്ഷനും ടെറിഷറി കളക്ഷനൊക്കെ ഉണ്ട്. കാരണം പഴയ ബുക്കുകളില്ലേ, നമ്മളൊക്കെ ജനിക്കുന്നതിന്, ഇവൻ ഞാൻ വരെ ജനിക്കുന്നതിന് മുമ്പുള്ള ബുക്കുകളൊക്കെ ഉണ്ട്. ആ ബുക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തില്ല, പബ്ലിക്കേഷൻ ഉണ്ടാവില്ല. പക്ഷെ ആ ബുക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സ്കാൻ ചെയ്തിട്ട് കയറ്റാൻ പറ്റും. പക്ഷെ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങുന്ന ബുക്കുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കാൻ ചെയ്ത് കയറ്റാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് അതിന് എന്തുണ്ടാവും? പ്രോപ്പർട്ടി റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നമുക്കത് ചെയ്യാൻ പറ്റില്ല. കോപ്പിറൈറ്റ് ഉണ്ടാവും. ഓദറിന്റെ അടുത്ത് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഡിജിറ്റലായിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടല്ലേ. അപ്പൊ ഈ എഴുതിയ ആൾക്കുള്ള കുറച്ചൊരു എമൗണ്ട് കിട്ടും, റോയാലിറ്റി കിട്ടാതായി പോകും. അതൊക്കെയാണ് ഈ കോപ്പിറൈറ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊന്നും ഇല്ലാത്ത ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റൽ ലൈബ്രറിയിൽ അവൈലബിൾ ആകും. അതിനല്ലേ DSpace ഉപയോഗിക്കുന്നത്. ഇവിടെ അതിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് DSpace. ഞാൻ കാണിച്ചു തരാം, വരും. ഡിജിറ്റൽ ലൈബ്രറിക്ക് വേണ്ടിയിട്ടില്ല. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കാം, നിങ്ങളുടെ പ്രൊജക്റ്റുകൾ സ്കാൻഡ് കോപ്പി ആയിട്ട് പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റും. ഇന്നിപ്പം ആദ്യമൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയൊരു കിതാബായിട്ട് നടക്കേണ്ടിയിരുന്നു പ്രൊജക്റ്റ് ആയിട്ട്. ഇന്നിപ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്താണ്? PDF ആയിട്ട് നിങ്ങളെ കയ്യിൽ
ഫയൽ ഉണ്ടാവും. അത് നിങ്ങളൊരു ഡ്രൈവിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഇന്റർവ്യൂവിന് പോകുമ്പോഴും അത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. അത് കുറച്ചും കൂടി ഡിജി ലോക്കർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഗവൺമെന്റിന്റെ ആപ്പാണ്. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ വരുന്ന ആപ്പാണ്. അതിൽ നിങ്ങളൊരു ID ഉണ്ടാക്കിയിട്ട്, ഇപ്പൊ നിങ്ങൾ ജിമെയിൽ ID ഉണ്ടാക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ID ഉണ്ടാക്കുന്നില്ലേ, ഇതേപോലെ ഒരു ID ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഇതേ രൂപത്തിലുള്ള നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഈ ഡിജി ലോക്കർ ഓപ്പൺ ആക്കി കാണിച്ചു കൊടുത്താൽ മതി. ഈവൻ നിങ്ങളുടെ ലൈസൻസ്, ആധാർ, ID കാർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, ഇത് ചിലപ്പോൾ നമ്മൾ ഏത് എക്സാമിനൊക്കെ പോകുമ്പോൾ മറന്നു പോകൂലേ. അപ്പൊ ഈ ഡിജി ലോക്കറിൽ ഈ സാധനം ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ ആണ്. അപ്പൊ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏതിലൂടെ? ഈ ഡിജിറ്റൽ ലൈബ്രറിയിൽ ഇതേ രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിജിറ്റൽ ലൈബ്രറിയിൽ അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാഗസിൻ ഉണ്ടാവും. ഒരു 10, 20, 25 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ മാഗസിനൊക്കെ എങ്ങോട്ടാ പോവുക? കുറെ ചെതലരിച്ചു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കുറെ കഴിഞ്ഞിട്ടായിരിക്കും ഈ മാഗസിൻസിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു വാർഷികോ, മാഗസിൻ തുടങ്ങിയതിന്റെ വാർഷികോ, അല്ലെങ്കിൽ കോളേജിന്റെ വാർഷികോ, ഇനി എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുന്ന സമയത്തായിരിക്കും ഈ മാഗസിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞു വരിക. അപ്പോഴും വരിക ആരുടെ അടുത്തേക്കാണ്? ലൈബ്രറിന്റെ അടുത്തേക്കാണ്. അപ്പൊ ഇദ്ദേഹം കൈമലർത്തേണ്ടി വരും. അതേ സ്ഥാനത്ത് ഇതിന്റെ എല്ലാം ഒരു കോപ്പി ഡിജിറ്റൽ ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ എന്താണ്? എളുപ്പമാണ് അല്ലേ? അതേപോലെ അവിടുത്തെ ടീച്ചേഴ്സിന്റെ ആർട്ടിക്കിളുകളൊക്കെ ഉണ്ടാവും, ലേഖനങ്ങൾ ഉണ്ടാവാം, ഇവിടുത്തെ കുട്ടികളെ ലേഖനങ്ങൾ ഉണ്ടാവാം, പ്രസന്റേഷൻ ഉണ്ടാവാം, ഇനി ഇതേപോലൊക്കെ ക്ലാസ് എടുക്കുന്ന പ്രസന്റേഷൻസ് ഉണ്ടാവാം. ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റൽ ലൈബ്രറിയിൽ വീഡിയോയും ഓഡിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളെ ലൈബ്രറിയിലുള്ള സെക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് അല്ലെ. ഇനി നമുക്ക് ഇവിടുത്തെ ഡിജിറ്റൽ ലൈബ്രറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലാസ്റ്റ് വരുമല്ലോ അല്ലെ, ആ സമയത്ത് അങ്ങോട്ട് എടുക്കാം. അപ്പൊ ഡി സ്പേസ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കണക്ഷന്റെ എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ ആണ്. ഇപ്പൊ എന്താണ് ഈ റിസോഴ്സസ് അല്ലെ? ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ടുള്ള ലൈബ്രറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നമ്മളിവിടെ പാസ് ചെയ്തത് അല്ലെ. ഇനി ഈ റിസോഴ്സസ് നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ലൈബ്രറിയുടെ വെബ്സൈറ്റിലുള്ള ഇൻഫർമേഷൻസ് അങ്ങോട്ട് എടുക്കാം എന്നുള്ളത്. കുറെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവും അല്ലെ. വാട്സപ്പിലൂടെ കിട്ടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ കിട്ടുന്നുണ്ട്, ഫേസ്ബുക്കിലൂടെ കാണാൻ പറ്റും അല്ലെ, ട്വിറ്റർ ഉണ്ട്, പിന്നെന്താ ഡെയിലി ഹണ്ട് ഉണ്ട്, പിന്നെ ടെലഗ്രാം ഉണ്ട് അല്ലേ. ഇതിലൂടെ ഒക്കെ നിങ്ങൾ ഇൻഫർമേഷൻ എടുക്കുന്നില്ലേ അല്ലെ. അത് നിങ്ങളുടെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ശരിക്കും ഈ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇലക്ട്രോണിക് റിസോഴ്സസ്. അതായത് പണ്ട് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് എന്താണോ അവൈലബിൾ ആയിരുന്നത് ആ ഇൻഫർമേഷൻ സോഴ്സ് തന്നെ ഇലക്ട്രോണിക് വഴിയിൽ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഇലക്ട്രോണിക് റിസോഴ്സസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള കാരണം? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ അത് യൂസ് ചെയ്യണം. ഇയാൾ ഉറങ്ങാം ആണോ? എന്തുകൊണ്ടാണ് ഈ റിസോഴ്സസ് തന്നെ ഉപയോഗിക്കാനുള്ള കാരണം? എന്താണ്? പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ. അതായത് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, സ്പീഡായിട്ട് കിട്ടും. നമ്മൾ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അംബേദ്കർ കോളേജിന്റെ ലൈബ്രറി ആക്സസ് ചെയ്യാൻ സാധിക്കും അല്ലെ. ബുക്കുകൾ കിട്ടിയിട്ടില്ലെങ്കിലും ഈ ലൈബ്രറിയുടെ വെബ്സൈറ്റിലൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടുത്തെ മെമ്പർ ഇല്ലെങ്കിലും ഞാൻ ഇന്നലെയും മെനിയാന്നൊക്കെ എന്ത് ചെയ്തു? നിങ്ങളുടെ സൈറ്റ് എടുത്ത് നോക്കി അല്ലെ. ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയി കഴിഞ്ഞാൽ നമുക്ക് വിരത്തുമ്പിലായിട്ട് കിട്ടും ഇൻഫർമേഷൻ അല്ലെ. അത് തന്നെയാണ് ഈ റിസോഴ്സസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല്. പെട്ടെന്ന് നമുക്ക് കിട്ടും, സ്പീഡായിട്ട് കിട്ടും, വേഗം നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് ചാടാൻ പറ്റും അല്ലെ. പിന്നെന്താണ്? പൈസയും കുറവാണ് അല്ലേ. ഒരു ബുക്ക് വാങ്ങുകയാണെങ്കിൽ എത്ര പൈസ കൊടുക്കണം? 10-200 രൂപ കൊടുക്കണം അല്ലെ. ആ 10-200 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാസത്തേക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ്? ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് എന്ത് ഈ റിസോഴ്സസിന് ഇത്രയും
ഇമ്പോർട്ടന്റ് ഉണ്ടാവുന്നത്. പലതരത്തിലുള്ള ഈ റിസോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ കുറച്ച് എക്സാമ്പിളുകൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇ ബുക്ക്, ഇലക്ട്രോണിക് ബുക്ക്. ഇലക്ട്രോണിക് എന്നുള്ളതിനെ ഷോർട്ടൻ ചെയ്തതാണ്. ഇമെയിൽ എന്നുള്ളത് ഇലക്ട്രോണിക് മെയിൽ എന്നല്ലേ. അതേപോലെ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബുക്ക്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള പല ബുക്കുകളും ഇന്ന് എന്താണ് ഇലക്ട്രോണിക് വേർഷനിൽ അവൈലബിൾ ആണ്. അതേപോലെ ഈ ജേണൽസ് എന്ന് പറഞ്ഞാലോ, ഈ ജേണൽസ്, ഈ മാഗസിൻസ്, ഈ ഡിക്ഷണറി ഒക്കെ നിങ്ങൾ ഓൺലൈനിലല്ലേ നോക്കല് അല്ലേ? മെറൈൻ ഡിക്ഷണറി ഉണ്ടല്ലോ ഓൺലൈനിലല്ലേ. പിന്നെ ഏത് ഡിക്ഷണറിയാ ഉള്ളത്? മലയാളങ്ങൾ ഏത് നോക്കല്? മലയാളത്തിൽ ഒരു വേർഡിന്റെ മീനിങ് കിട്ടണം. അപ്പൊ നിങ്ങൾ ഏത് ഡിക്ഷണറിയാ മലയാളത്തിൽ നോക്കാറ്? ഏതാണ്? ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കും. ഡിക്ഷണറി ആയിട്ട് സെർച്ച് ചെയ്യാറില്ല. ഓളം ഒരു ഡിക്ഷണറിയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ അതിന്റെ മീനിങ് കിട്ടുന്നൊരു ഡിക്ഷണറിയാണത്. കാണിച്ചു. അപ്പൊ ഈ ജേണൽസ്, ഈ ജിൻസ് പേപ്പർ നിങ്ങൾ എങ്ങനെ വായിക്കാറ്? സാധാ പേപ്പർ അല്ല വായിക്കുക അല്ലെ? മാതൃഭൂമി, മനോരമ, മാധ്യമം, ചന്ദ്രിക, ഇതൊക്കെ എന്തായിട്ടുണ്ട്? ഇലക്ട്രോണിക് വേർഷൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഫസ്റ്റ് പേജ് നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. മറ്റത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലോഗിൻ ഐ ഡി ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ചില ദിവസങ്ങളിലെ പത്രങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? കിട്ടുകയും ചെയ്തു. അതേപോലെ സപ്ലിമെന്ററി കോപ്പികളൊക്കെ അല്ലേ പല പേപ്പറിനും സപ്ലിമെന്റ് ആയിട്ട് വരുന്ന പഠിപ്പുര, അങ്ങനെ സാധനങ്ങളൊക്കെ അല്ലേ. ഇതൊക്കെ നമുക്ക് എന്തിൽ അവൈലബിൾ ആണ്? ഇലക്ട്രോണിക് ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ കുറഞ്ഞ എക്സാമ്പിളുകളെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു എവിടെ പോയിട്ടും ഏത് സമയത്തും എപ്പം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നേ ആവശ്യമുള്ളൂ, ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഒരു ആൻഡ്രോയിഡ് ഫോണും. ലാപ്ടോപ്പ് തന്നെ വേണമെന്നുണ്ടോ? ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് തന്നെ വേണ്ടിയിരുന്നു. അതിനും കുറച്ച് മുന്നേ കാലഘട്ടത്തിൽ ഡെസ്ക്ടോപ്പ് തന്നെ വേണ്ടിയിരുന്നു. പിന്നെയാണ് ആ ഡെസ്ക്ടോപ്പ് മാറിയിട്ട് എന്തായത്? ലാപ്ടോപ്പായി മാറി. പിന്നെ മാറി എന്തായി? നിങ്ങളെ കാലഘട്ടം വന്നപ്പോ എന്തായി? മൊബൈൽ ഫോണായി. ഇന്നലെ ഞാൻ ശരിക്കും നല്ലൊരു ക്രൂഷ്യൽ പോയിന്റിൽ പോയി. കാരണം രാത്രി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കോളേജിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് എന്റെ ലാപ്ടോപ്പിന്റെ ചാർജർ എടുക്കാൻ മറന്നുപോയി. രാത്രി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നോക്കുമ്പോഴാണ് ചാർജ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ നിങ്ങളാണെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. കാരണം നിങ്ങൾ എന്താണ് എല്ലാം ചെയ്യുന്നത്? എന്തിലാണ്? ഫോണിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോണിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ PPT ഒക്കെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് റിസ്ക് ആണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ? ഫോണിൽ യൂസ് ചെയ്യുന്നുള്ളൂ. എന്തും ലാപ്ടോപ്പിൽ ഉണ്ടാക്കിയിട്ട് ഫോണിൽ ഇട്ടിട്ട് അത് കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുക്കുക നമ്മൾ ചെയ്യാം. പക്ഷെ അപ്പൊ ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ എൻ്റെ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു. NSSന്റെ പ്രോഗ്രാം ഓഫീസർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് 4 സെക്രട്ടറിമാരുണ്ടാവും. അപ്പൊ അവൻ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറയും ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നാണ്. വിത്തിൻ 5 സെക്കൻഡിനുള്ളിൽ ആ 3 PPT എന്ത് ചെയ്ത് കൺവേർട്ട് ചെയ്ത് തന്നു. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലാപ്ടോപ്പോ ഒരു ടാബോ മിനി ടാബിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ കയ്യിലുള്ള എന്ത് മതി? ഫോൺ മതി ഈ സാധനങ്ങളെല്ലാം ആക്സസ് ചെയ്യാൻ. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ പൈസ മതി നമുക്ക് എന്ത് ചെയ്യാന്. ഇനിയിപ്പം മൊബൈൽ നെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ തൊട്ടടുത്ത ആളെടുത്ത് നമ്മൾ എന്ത് വാങ്ങും? വൈഫൈ എടുക്കും അല്ലെ? അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സസ്റ്റൈനബിൾ ആണ്. ഗ്രീൻ പ്രോട്ടോകോളും നമുക്ക് ഉഷാറായിട്ട് പാലിക്കാൻ പറ്റും അല്ലെ? ഈ ബുക്കൊക്കെ കൊണ്ടെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്ലാസ്റ്റിക് കവറിലിട്ട് കൊണ്ടുവരും അല്ലെ? പ്ലാസ്റ്റിക് എന്തല്ല, ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഈ പേപ്പറുകളൊക്കെ എന്താണ്? ബണ്ടിലായിട്ട് അവിടെ അങ്ങനെ കിടക്കും. ഈ പേപ്പർ പ്രിന്റ് എടുക്കുമ്പോഴുള്ള ആ മഷികളൊക്കെ പലതും ഇല്ലേ, പോയിസൺ ആയിട്ടില്ലേ? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ ലാസ്റ്റ് ടേം വേണ്ട, ഗ്ലോബൽ റീച്ച്. അപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടൂരുള്ള പ്രദേശത്തുള്ള മാത്രമാണോ കിട്ടുക? അല്ല, ഗ്ലോബലി എന്ത് നടക്കുന്നോ അതൊക്കെ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ വിരൽത്തുമ്പില് അവൈലബിൾ ആണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് നടന്നാലും നിങ്ങൾക്ക് ഉഷാറായിട്ട് കിട്ടുന്നില്ലേ അല്ലേ? പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? എവിടെങ്കിലൊക്കെ ഒരു റിസർച്ച് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു മാഗസിനിൽ വരണം,
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരിയോഡിക്കലിൽ വരണം. അങ്ങനൊക്കെ വന്നിട്ട് എന്താവുള്ളായിരുന്നു, നമ്മുടെ മാതാപിതാക്കളെ കാലഘട്ടത്തിലൊക്കെ വിവരം കിട്ടി, ഇൻഫർമേഷൻ അവരുടെ കയ്യിലെത്തിയിട്ട്. ഇന്നിപ്പോ അതൊന്നും ഇല്ല. അവിടെ എവിടെ നടക്കുന്നോ അത് വിത്തിൻ സെക്കൻഡിനുള്ളിൽ എന്താണ്, അതിന്റെ ചെറിയൊരു ഷോർട്ട് ഫോം എങ്കിലും നമ്മുടെ കയ്യിലേക്ക് ഈ ഡോക്യുമെന്റിലൂടെ എത്താം. അപ്പൊ എന്താണ് ഇനി നിങ്ങൾ സൈറ്റ് ലോഡ് ആവട്ടെ. ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബുക്ക് അല്ലെ. ഈ ഇലക്ട്രോണിക് ബുക്കുകള് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ബുക്കൊക്കെ അങ്ങനെ അടിച്ചു നോക്കൂ അല്ലെ. ഏതെങ്കിലും നോവലുകളൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കുറെ എണ്ണം ചെയ്യാൻ പറ്റാതല്ലേ അല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ, എന്ത് ചെയ്യും? യൂസ് ചെയ്യില്ല, വേണ്ടാന്ന് വെച്ച് പോവില്ല നമ്മള്. സ്ക്രീൻഷോട്ട് എടുക്കും. ഫുൾ പേജിൽ സ്ക്രീൻഷോട്ട് കിട്ടോ? ഇല്ല, കുറച്ച് പേജല്ലേ സ്ക്രീൻഷോട്ട് കിട്ടുള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ബുക്കുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഡോബ് എന്ന് പറയുന്നത്. ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ബുക്ക്. ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ബുക്ക് എന്ന് പറയുന്നത്, അതായത് ഈ ബുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഒരു സൈറ്റ് ആണ്. എന്ത് എന്താ, പ്രിന്റഡ് ബുക്സിന്റെ ഡിജിറ്റൽ ഫോംസ് നമുക്ക് അവൈലബിൾ ആകുന്ന ഒരു സൈറ്റ് ആണ് ഏത്, ഡോബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബുക്ക് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? നമ്മുടെ അക്കാഡമിക് പർപ്പസിന് ഉപയോഗിക്കാം, സെൽഫ് സ്റ്റഡിക്ക് ഉപയോഗിക്കാം, എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് വായിക്കാൻ മലയാളം നോവലുകള്, ഇംഗ്ലീഷ് നോവലുകള്, ഡ്രാമ, പോയംസ്, ഇങ്ങനെ പല സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽഫ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾക്കും എന്റർടൈൻമെന്റിനും എല്ലാത്തിനും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ ബുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ലേ. ചില ആൾക്കാരൊക്കെ ട്രെയിനിൽ കണ്ടില്ല ഇങ്ങനത്തെ സാധനം വെച്ചിട്ട് വായിക്കുന്നത്. എന്താ പറയാ, ഒരു ചെറിയ സാധനം, ടാബ് പോലത്തെ ഒരു സാധനം ഉണ്ടാവുമല്ലോ. ആമസോണിലൊക്കെ ഉണ്ടാവും ഇത്ര രൂപ കെൻഡിൽ അല്ലേ. ഇതിലൊരുപാട് ബുക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലോഡ് ചെയ്യാൻ പറ്റും. റെഡിഫ് മെയിലിന്റെ ഒരു ഇ ബുക്ക് റീഡർ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? റെഡിഫ് മെയിൽ എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഇ ബുക്ക് റീഡർ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാലും ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും. പിന്നെ PDF റീഡർ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം ബുക്കുകളുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും? മലയാളം ബുക്കുകളും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. അതേപോലെ ഓരോരോ ലാംഗ്വേജുകൾക്കും PDF റീഡറുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ലോഗിൻ ചെയ്ത് വായിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മെറ്റീരിയലുകൾ കിട്ടും. പ്രത്യേകിച്ച് നിങ്ങൾ ലിറ്ററേച്ചർകാരായതുകൊണ്ട് ഇഷ്ടം പോലെ വായന ആവശ്യമാണ് അല്ലേ. വേണ്ടേ? വായിക്കലുണ്ടോ? അതോ ടീച്ചർ പറയുന്ന ബുക്ക് മാത്രമേ വായിക്കുള്ളൂ? അതിനപ്പുറത്തേക്ക് വായിക്കാറുണ്ടോ? ഉണ്ടോ? കുറവാണ്. എന്താ വായിക്കാത്ത? സ്റ്റാർട്ട് ചെയ്ത് ഒരു സെമ്മ് കഴിഞ്ഞില്ലേ? അതൊക്കെ അതിന്റെ വഴി പോകുന്നുണ്ട് അല്ലേ. നിങ്ങൾ ലിറ്ററേച്ചറിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി വായിച്ചേ മതിയാകൂ നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ വേണ്ടിട്ട്. എന്താണ് ഇനി ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ബുക്ക് നോക്കാം. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് എന്തിനു വേണ്ടിയിട്ടുള്ള? ഈ ബുക്ക് പിയർ റിവ്യൂഡ് ആയിട്ടുള്ള അക്കാഡമിക് ഇ ബുക്ക്. എന്താണ്? പിയർ റിവ്യൂഡ് ആയിട്ടുള്ള അക്കാഡമിക് ഇ ബുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് എന്ത്? DOAB, ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ബുക്ക് എന്ന് പറയുന്നത്. പിയർ റിവ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ല, നിങ്ങൾ ഒരു ആർട്ടിക്കിൾ എഴുതി വിചാരിച്ചോളി. നമ്മളൊരു ആർട്ടിക്കിൾ എഴുതി നമുക്ക് ഏതെങ്കിലും ഒരു മാഗസിനിൽ അത് പബ്ലിഷ് ചെയ്യണം. നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു, അവരപ്പം തന്നെ പബ്ലിഷ് ചെയ്യോ? ഇല്ല. നമ്മൾ ചിലപ്പം 1 കൊല്ലം, 1.5 കൊല്ലം, 2 കൊല്ലം, 2.5 കൊല്ലം വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താണ് അവിടെ നടക്കുന്നത്? ആദ്യം അവര് അത് നോക്കും, അവരുടെ മാഗസിൻ അല്ലെങ്കിൽ പീരിയോഡിക്കലിന് പറ്റിയതാണോ എന്നുള്ളത്. ഇനി ബുക്ക് ആണെങ്കിൽ ആ പബ്ലിഷേഴ്സ് നോക്കും അവരുടെ പ്രൊസീജിയറിനൊക്കെ ഇത് ബാധകമാണോ, അല്ലെങ്കിൽ അവരുടെ ബൈലോ പാലിച്ചിട്ട് തന്നെയാണോ ഇത് പോകുന്നത് എന്നുള്ളത് നോക്കും അല്ലേ. അപ്പൊ നമ്മൾ അയച്ചു കൊടുത്ത ആർട്ടിക്കിള് ആ ജേണൽ പബ്ലിഷേഴ്സ് എന്ത് ചെയ്യും? ആദ്യം ഒന്ന് നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടീമിന് കൈമാറും. ആ ടീമിന് കൈമാറി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ ടീമിന് അതിന്റെ തീമും കൂടി കൊടുക്കും. ആ മാസം അല്ലെങ്കിൽ ആ എന്താ പറയാ ഇഷ്യൂല് എന്താണ് തീം എന്നുള്ളത് കൊടുക്കും. ആ തീമിനനുസരിച്ചിട്ടുള്ള പേപ്പറാണോ വന്നിരിക്കുന്നത്, അത് കണ്ടന്റ് കറക്റ്റ് ആണോ,
ഒതന്റിക് ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ അല്ലെങ്കിൽ കോപ്പി അടിച്ചതാണോ എന്നെല്ലാം ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ടീമിലേക്ക് അത് മാറും. ഇത് ഫുള്ള് വായിച്ചിട്ട് എന്തൊക്കെയാണ് കറക്ഷൻസ് എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു ജേണലിന്റെ റിവ്യൂർ ആയിട്ട് പോവാറല്ല, അവർ നമുക്ക് അയച്ചു തരും. അയച്ചു തന്നു കഴിഞ്ഞാൽ ആ ടൈറ്റിൽ വരെ നമുക്ക് വായിച്ചിട്ട് അതിലുള്ള കറക്ഷൻസും മാറ്റങ്ങളും ഇനി എവിടെതെങ്കിലും കോപ്പി അടിച്ചതാണോ എന്തൊക്കെ നമുക്ക് നോക്കിയിട്ട് അതിൽ വരുന്ന എല്ലാ തെറ്റുകളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കമന്റ് ഇപ്പം സുഖമാണ്, മറ്റേത് എഴുതി കൊടുക്കലായിരുന്നു. ഇപ്പൊ വേർഡിൽ തന്നെ റൈറ്റിൽ നമ്മൾ കമന്റ് അടിച്ചു കൊടുക്കും. ഓരോരോ മാറ്റങ്ങളും എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെല്ലാം നടക്കും. ഈ പ്രൊസീജിയറാണ് റിവ്യൂയിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞത്. ഇങ്ങനെ പിയർ റിവ്യൂഡ് ആയിട്ട് ഇന്റർനാഷണലി അംഗീകരിച്ചിട്ടുള്ള പിയർ റിവ്യൂഡ് ആയിട്ടുള്ള അക്കാഡമിക് ഇ ബുക്സ് അവൈലബിൾ ആകുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരാണെന്ത്? DOAB എന്ന ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ബുക്ക്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നിങ്ങളുടെ സൈറ്റിൽ തന്നെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അംബേദ്കർ ലൈബ്രറിയുടെ സൈറ്റിൽ തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്? 2012 കേട്ടോ അത് വന്നത്. വന്നിട്ട് കുറച്ചു കാലമായിട്ടില്ല. 2012 OAPN ഫൗണ്ടേഷൻ ആണ് കൊണ്ടുവന്നത്. വല്ല പ്രോഫിറ്റ് ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. വളരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണിത്. ഓക്കെ, സാധനങ്ങൾ അതായത് ലൈബ്രറി എന്ന് പറഞ്ഞിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഈ ലിങ്ക് ഉണ്ടല്ലോ, ഈ ലൈബ്രറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസോഴ്സസ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയത്. ഇത് ഞാൻ കൊണ്ടുവന്നതല്ല, ഇത് നിങ്ങളുടെ ലൈബ്രറിയുടെ സൈറ്റിലുള്ള സാധനമാണ്. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, ഇപ്പോഴാണ് നിങ്ങൾ അറിയണത്. ഇനി നിങ്ങൾ യൂസ് ചെയ്യില്ലേ? ഇതില് നമ്മൾ പറഞ്ഞ സാധനം എവിടെ ഉണ്ടോ നോക്കി. ഉണ്ട്, എവിടെ? ഇതാ DOB ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ബുക്ക്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫോണിൽ ക്ലിക്ക് ചെയ്തോളി. DOAB എന്ന് തന്നെ അടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അംബേദ്കർ ലൈബ്രറിയുടെ സൈറ്റിലൂടെ കയറി. റേഞ്ചില്ലേ? കണ്ടോ? പലതരത്തിലാണ് അത് സെക്ഷൻ ചെയ്തിരിക്കുന്നത്. ഫോർ ലൈബ്രറിയൻസ്, ഫോർ റിസർച്ചർ, ഫോർ പബ്ലിഷേഴ്സ്. പബ്ലിഷേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് പബ്ലിഷർക്കും അതിൽ ജോയിൻ ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ ആണ്. നമുക്കിപ്പോ അതൊന്നും ആവശ്യമില്ല. നമുക്ക് എന്തേ ആവശ്യമുള്ളൂ? ഇവിടെ ഒരു സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ കിട്ടേണ്ട തോട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ സാധിക്കും. റിലീജിയൻസ് ഇൻ ഷേക്സ്പിയർ റൈറ്റിംഗ് കിട്ടുന്നുണ്ടോ? ഷേക്സ്പിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ DOB എന്ന് പറഞ്ഞ സൈറ്റിലുള്ള എല്ലാ ബുക്കുകളുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഏകദേശം എത്ര ബുക്ക് വന്നു? 186 റിസൾട്ട്. ഷേക്സ്പിയറായിട്ട് ബന്ധപ്പെട്ടിട്ടേ 186 റിസൾട്ട് ആണ് ഈ സൈറ്റിൽ ഇപ്പൊ കാണിച്ചത്. ഇതിൽ നിങ്ങൾക്ക് തീം വെച്ചിട്ട് നോക്കാം, സ്പെസിഫിക് സബ്ജക്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. അത് കൊടുത്താൽ മതി. ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. സമയം എടുക്കുന്നുണ്ട് അല്ലേ? പൈസ കൊടുത്തിട്ടും വാങ്ങാം, ഫ്രീ ആയിട്ടും ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ വലിയൊരു സാധനമല്ലേ നിങ്ങൾക്ക് കിട്ടിയത്. പ്രത്യേകിച്ച് ലിറ്ററേച്ചർക്കാർക്ക് ഇഷ്ടം പോലെ ഇൻഫർമേഷൻ ഏതെന്ന് കിട്ടും? DOAB എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നും കിട്ടും. എങ്ങോട്ടും പോവണ്ട, നിങ്ങളുടെ ലൈബ്രറിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാൽ മതി. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിക്കാത്ത എന്താ വെച്ചാല്, ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറെ സമയം എടുക്കും. ഫോൺ നിങ്ങൾക്ക് കിട്ടിയോ? ലോഡ് ആവുന്നില്ല, റേഞ്ച് ഇല്ല. ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കയറാൻ പറ്റും. പിന്നെ ലോഗിൻ ചെയ്തിട്ടാ മതി. അവിടെ നിങ്ങളെ പേരും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആ ലോഗിൻ ഐഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും കയറാവുന്നതാണ്.
അപ്പൊ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇ ബുക്ക് കിട്ടുന്ന ഒരു സൈറ്റ് ആണ് ഇത് DOAB. ഇനി അത് എല്ലാവരും എടുത്ത് വായിക്കൂലേ, നോക്കൂലേ? ഏലാ നോക്കുക? നിങ്ങളെ സൈറ്റ് കയറിയാൽ മതി. ഓക്കെ, ഇനി ആ ഫോണൊക്കെ എടുത്തേക്ക്, കാരണം എടുത്ത നിലത്തൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇനി ഫോൺ മാറ്റിയേക്ക്. ഏണേഴ്സും ഇതേപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സൈറ്റ് ആണ് ഇത് DOAJ. ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേണൽസ്. ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേണൽസ്. ഇതും എവിടെ അവൈലബിൾ ആണ്? നിങ്ങളുടെ ലൈബ്രറിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതും എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് വൈഡ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടും. ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, പിന്നെ അതേപോലെ റിപ്പോർട്ടുകള്, പ്രൊജക്ടുകള്, വർക്ക് റിപ്പോർട്ടുകള്, എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആയതെല്ലാം നമുക്ക് എവിടെ കിട്ടും? കോപ്പിറൈറ്റിന് കൊടുക്കാത്ത എല്ലാ സാധനവും ഏതിൽ അവൈലബിൾ ആണ്? DOAJയില് അവൈലബിൾ ആണ്. അപ്പൊ എന്താണ്, നമ്മുടെ റിസർച്ച് വളരെ വിസിബിൾ ആയി. ഗ്ലോബൽ റിസർച്ച് ആണ് നമുക്ക് നടത്താൻ പറ്റുന്നത്, അല്ലേ? ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഡ്യൂപ്ലിക്കേഷൻ വരൂല. മനസ്സിലായോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അബ്സ്ട്രാക്റ്റുകളൊക്കെ ഉണ്ട്. അബ്സ്ട്രാക്ട് നാച്ചർ എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടോ? സയൻസിന്റെ ഒരു മാഗസിനാണ് നാച്ചർ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷ് ഹ്യൂമാനിറ്റീസ് അബ്സ്ട്രാക്ട് ഉണ്ട്, യൂണിവേഴ്സിറ്റി ന്യൂസ് അബ്സ്ട്രാക്ട് ഉണ്ട്, ലൈബ്രറി സയൻസ് അബ്സ്ട്രാക്ട് ഉണ്ട്. ഇതിലൊക്കെ എന്ന് പറഞ്ഞാല് ആരാണ് ആ ആർട്ടിക്കിൾ എഴുതിയത്, എന്താണ് അതിന്റെ ടൈറ്റില്, എന്താണ് മാഗസിന്റെ പേര്, ആ ഡീറ്റെയിൽസേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പിന്നെ ഈ ഡീറ്റെയിൽസ് എന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാന്, ആ ഒറിജിനൽ ആർട്ടിക്കിളിലേക്ക് പോവാന്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നേരെ ടൈറ്റിൽ കിട്ടെങ്കിൽ അടിച്ചു കൊടുക്കുക. ടൈറ്റിൽ കിട്ടണമെന്നില്ല, ജസ്റ്റ് നമുക്ക് എന്ത് കിട്ടിയാൽ മതി, ആ സബ്ജക്റ്റ് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മളിവിടെ ഷേക്സ്പിയർ എന്ന് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ, വേറെ എന്തെങ്കിലും കൊടുത്തോ? ഇല്ല. അതേപോലെ നമ്മൾ സബ്ജക്റ്റ് മാത്രം കൊടുത്താൽ തന്നെ നമുക്ക് എന്തിന് ഇൻഫർമേഷൻ കിട്ടും. ഇപ്പൊ നമ്മളെ ന്യൂസിലും ഇതിലൊക്കെ പല എന്താ പറയാ ഗവേഷണങ്ങളെ കുറിച്ചിട്ടൊക്കെ കേൾക്കൂലേ, ന്യൂസിൽ കേൾക്കുന്നുണ്ടാവാം, നിങ്ങൾ ട്വിറ്ററിലൂടെ വായിക്കുന്നുണ്ടാവാം, ടെലിഗ്രാമിലൂടെ വായിക്കുന്നുണ്ടാവും. അതിനൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിലധികം ഇൻഫർമേഷൻ ഇത് തരും. അപ്പൊ നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതണം അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, ആ ടോപ്പിക് അങ്ങോട്ട് ChatGPT കൊടുക്കും അല്ലേ, ഗിവൻ അസൈൻമെന്റ് എന്ന് പറഞ്ഞു കൊടുക്കും അല്ലേ. ChatGPT അതിങ്ങനെ കടികട്ടിയായിട്ട് കൊണ്ടുതരും. ടീച്ചേഴ്സ് പറയണ്ടോ ChatGPT ഉപയോഗിക്കരുതെന്ന്? എന്താ ഒരു അങ്ങനെ പറയുന്നത്? അപ്പൊ നിങ്ങളോട് എന്തോ ഒരു വിരോധം ടീച്ചേഴ്സിനുണ്ട്, അല്ലാതെ ഇപ്പൊ ChatGPT ഉപയോഗിക്കണ്ടെന്ന് പറയില്ലല്ലോ. ഡിഫറൻസ് ഉണ്ട്. അത് ഒതന്റിക് ആണോ? ChatGPT നിങ്ങൾക്ക് തരുന്ന സാധനം ഒതന്റിക് ആണോ? ഒതന്റിക് മീൻസ് ആധികാരികത ഉണ്ടോ? ഇല്ല. നിങ്ങളിപ്പോ ചോദിക്കുകയാണ് അതിനോട്, എനിക്ക് കുറച്ച് പുസ്തകത്തിന്റെ പേര് ഇങ്ങോട്ട് കൊണ്ട ലൈബ്രറിയിലേക്ക് വാങ്ങാനുള്ളതാണെന്ന്. അത് കുറെ ബുക്കുകൾ തരും. ആ ബുക്കുകൾ പോയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓർഡറും ഉണ്ടാവില്ല, ബുക്കും ഉണ്ടാവില്ല. ChatGPT നമ്മുടെ വഴിയെ നമ്മൾ യൂസ് ചെയ്യണം. അതിനാണ് നമ്മൾ പഠിക്കേണ്ടത്. ChatGPT നമ്മുടെ കയ്യിലേക്ക് നമ്മൾ കൊണ്ടുവരണം. കാരണം നമ്മുടെ അസൈൻമെന്റോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് നോക്കുന്ന ആൾക്ക് മനസ്സിലാവരുത് എന്ത്, ഇത് ChatGPT ഔട്ട്പുട്ട് ആണ് എന്നുള്ളത്. അതിനുള്ള ടെക്നിക്ക് ഉണ്ട്, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. പ്രോംപ്റ്റ് കൊടുക്കാന്നാ പറയാ. നമ്മൾ അതിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനോട് സ്വകാര്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ ഭാഷയിൽ എന്ത് തരും, ChatGPT ആൻസർ തരും. അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്ക് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഡാർവിൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിനെ കേട്ടിട്ടുണ്ടോ? പരിണാമ സിദ്ധാന്തം കേട്ടിട്ടുണ്ടോ? എവല്യൂഷണറി തിയറി. എന്താണ് അത് സാധനം? അത് പഠിപ്പിക്കുമ്പോ ടീച്ചേഴ്സ് എപ്പോഴും പറയും പാമ്പിന് കാലുണ്ടായിരുന്നു, പാമ്പ് യൂസ് ചെയ്യാതാണ് ഇല്ലാതായി പോയതെന്ന്, കാലുകൾ ഇല്ലാതായി പോയതെന്ന് പറയും. ചില ടീച്ചേഴ്സൊക്കെ പറയും. അതേ രൂപത്തിലായി പോകും എന്ത്, മനുഷ്യന്മാരും. ChatGPT യൂസ് ചെയ്ത് ഇത് വർക്ക് ചെയ്യാതാവും. വൊക്കാബുലറി കുറയും, ലാംഗ്വേജ് കുറയും, നിങ്ങളുടെ സ്കില്ല് കുറയും, ഇതൊക്കെ കുറയും. അപ്പൊ അതിനേക്കാളൊക്കെ നല്ലത് ഇതേ രൂപത്തിലുള്ള ഈ റിസോഴ്സുകൾ എടുത്തിട്ട് അത് നമ്മുടെ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കൺവേർട്ട് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്.
അപ്പൊ അതേ പോണുള്ള ഒരു സൈറ്റാണ്, ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആയതുപോലെ കിട്ടുന്ന ഒരു സൈറ്റാണ് DOAJ, അതായത് ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേണൽസ്. ഇവിടെയും നമുക്ക് എന്താണ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. നല്ല നെറ്റ് സ്പീഡുള്ള നെറ്റ് ആണെങ്കിൽ എന്താണ്, സ്പീഡുള്ള നെറ്റ് ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും ഇല്ലേ. പിന്നെ ഗ്ലോബൽ ആണ്, നമ്മുടെ എല്ലാ റിസർച്ചുകളും നല്ല വിസിബിൾ ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. പണ്ടൊക്കെ നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിരിക്കുന്ന എന്തൊരു സാധനമാണെങ്കിൽ അത് ആ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളായിരുന്നു. അംബേദ്കറിൽ നടത്തിയ എന്ത് പരിപാടിയും ആർക്കേ കാണാൻ പറ്റുള്ളായിരുന്നു, അംബേദ്കറിലെ ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ നടത്തുന്ന പ്രോഗ്രാമുകളൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്കൊക്കെ കണ്ടൂടെ അല്ലേ, നിങ്ങൾ ടെലിഗ്രാമിലിടുന്നെങ്കിൽ അതിലൂടെ ഒക്കെ നമുക്ക് കണ്ടൂടെ. എല്ലാവർക്കും എന്താണ് അവൈലബിൾ ആണ്. അതേപോലെ അക്കാഡമിക് ഇന്റലക്ച്വൽ പ്രൊഡക്ട്സുകൾ കിട്ടുന്ന സൈറ്റുകളാണ് ഇതൊക്കെ. അപ്പൊ ഇതൊന്ന് നോക്കി നോക്കാം നമുക്ക്. എവിടാണുള്ളത് ഇത്? കണ്ടോ, ഫസ്റ്റ് തന്നെ കണ്ടോ, ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേണൽ. ഇത് രണ്ടും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമ്പോഴാണെന്നറിയാം. ഏത് ഇയറിലാണ് നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാനുള്ളത്? ഫോർത്തിലായിരിക്കും, ഫോർത്ത് സെമസ്റ്റർ ആയിരിക്കും. അതായത് ഓരോരുത്തരും ഓരോ ടോപ്പിക് എടുത്ത് പഠിച്ച് ചെയ്യണമല്ലോ. അതിനാണല്ലോ നമ്മൾ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഈ പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വെറും ഗൂഗിളിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൻസറുകളാണ് നിങ്ങൾക്ക് തരിക. അതിൽ നിന്ന് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും അല്ലെ. വലിയൊരു ബാസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ വലിയൊരു റൂം കൊണ്ടുവന്ന് കുറെ ഫ്രൂട്ട്സും കുറെ സീഡ്സും ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഏതാ എടുക്കുക? തെരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുറെ ക്ലാസ് നിറച്ചുണ്ട് സാധനങ്ങൾ. എന്ത് ചെയ്യും? ഒരു ക്ലാസ് ഫുള്ളായിട്ട് ഫ്രൂട്ട്സും ഉണ്ട് സീഡ്സും ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ ഇടയിൽ പോയിട്ട് അനാർ തന്നെ കിട്ടണം എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യും? അനാർ തുറക്കത്തിലൊന്നും ഉണ്ടാവില്ല, നിറച്ചുണ്ട്. എന്ത് ചെയ്യും? കണ്ടെത്തണം അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതേപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഉണ്ടാവുക. ഇങ്ങനത്തെ സാധനങ്ങളിലാവുമ്പോ എന്താണ്, പെർഫെക്റ്റ് സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഈ ഗൂഗിൾ സ്കോളർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ്. നിങ്ങളൊരു അക്കാഡമിക് കരിയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും ഒരു ജോലിക്കൊക്കെ പോണ സമയത്ത് ഇന്റർവ്യൂവിന് പോണ സമയത്തൊക്കെ ചോദിക്കും, ഗൂഗിൾ സ്കോളറിൽ ഐഡി ഉണ്ടോ, ഓർക്കിഡിൽ ഐഡി ഉണ്ടോ, വിദ്വാനിൽ ഐഡി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നിങ്ങളുടെ ഈ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വന്നോ? ഇനി ഈ ഡിയോജന്റെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. 89 ലാംഗ്വേജുകളിൽ അവൈലബിൾ ആണ്. ഏതില്? 89 ലാംഗ്വേജുകൾ. എത്ര കൺട്രീസ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? 136. എത്ര ജേണൽസ് വിത്തൗട്ട് ഫീസ് ഉണ്ട്? 13,000. എത്ര ജേണൽസ് ഉണ്ട്? 21,000. അപ്പൊ ബാക്കിയുള്ളത് പെയ്ഡ് ആയിരിക്കും എന്നാണ്. അപ്പൊ ആ പെയ്ഡ് ഒഴിച്ചു കഴിഞ്ഞാലും കൂടുതൽ ഏതാണ്? ഫ്രീ ആണ് അല്ലേ. 13-ൽ 21-ലേക്ക് എത്താൻ കുറച്ചല്ലേ ഉള്ളൂ, അത്രേ അവിടെ പെയ്ഡ് ഉള്ളൂ. ബാക്കി എല്ലാം എന്താണ്? ഫ്രീ ആണ്. ഇനി എത്ര ആർട്ടിക്കിൾ ഉണ്ട്? എത്ര ഉണ്ട്? എത്രയുണ്ട്? ഈ സംഖ്യ എത്രയാണ്? വായിച്ചാട്ടെ. 10 crore ഉണ്ട് അല്ലേ. അറൌണ്ട് 10 crore ആണ് ആർട്ടിക്കിൾ ഉണ്ട്. ഇനി എവിടെ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ അങ്ങോട്ടാ പോകണ്ടേ? പോകേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങളൊക്കെ PhD ചെയ്യുമ്പോൾ IIM-ലൊക്കെ പെർമിഷൻ വാങ്ങി, പ്രിൻസിപ്പാളെ പെർമിഷനും അത് ഇതൊക്കെ വാങ്ങിയ സെക്യൂരിറ്റി അടുത്തൊക്കെ പോയി ആ കുന്നും മലയും കയറി ഇറങ്ങിയിട്ടാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത്. ആവശ്യമുണ്ടോ അതിനൊക്കെ? ഇല്ല. നിങ്ങളെ പ്രിൻസിപ്പാളും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇങ്ങനെ എവിടാണോ ഉള്ളത് അവിടെ വരെ പോണം. ട്രെയിനിലാണെങ്കിൽ ട്രെയിനില്, ബസ്സിലാണെങ്കിൽ ബസ്സില്, ചിലപ്പോ ഓട്ടോറിക്ഷ കിട്ടൂല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ത്വര കൊണ്ട് ഓടുകയാണ്. നിങ്ങൾക്ക് ത്വര കൊണ്ട് ഓടേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു വിരല് മതി അല്ലേ. അതെല്ലാം അവസാനം. അപ്പൊ ഇത്രയും സാധനം കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ചെയ്തൂടെ? ഒന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങളെ ഫോൺ എടുക്കുക, എന്നിട്ട് ചെയ്ത് നോക്കിയേ. കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉറപ്പ് വരുത്തി. ഞാൻ പറയുന്നത് സത്യമാണോ നോക്കാലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിന്റെ പേര് പറയൂ. സോഷ്യൽ ഇമ്പാക്ട് ഓൺ ഇംഗ്ലീഷ് ഡ്രാമ. ഞാൻ അതാണ് ടൈറ്റിൽ അടിച്ചു കൊടുത്തത്. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണെങ്കിൽ അത് എടുക്കുക. ജേണലിന്റെ പേര് അറിയെങ്കിൽ നമുക്ക് ജേണൽ കൊടുത്താൽ മതി കേട്ടോ.
ഇത് കണ്ടോ, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അവിടെ നിങ്ങൾക്ക് ജേണലിന്റെ പേര് അറിയെങ്കിൽ മുകളിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെർച്ച് ചെയ്താൽ മതി. ഇഷ്ടം പോലെ വന്നു. സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ എന്ന് അടിച്ചു കൊടുത്തപ്പം ആർട്ടിക്കിൾ എന്നുള്ളത് കൊടുത്തപ്പം അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർട്ടിക്കിൾ എന്നുള്ള അവിടെ സബ്ജക്റ്റിൽ കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിക്കിളുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന് നിങ്ങൾക്ക് അതിന്റെ അബ്സ്ട്രാക്ട് ഒക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ചെയ്തോളൂല്ലേ. അപ്പൊ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, DOBയും DOGയും. എവിടെ വേണമെങ്കിലും ഏത് സ്ഥലത്ത് പോയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ലൈബ്രറി തന്നെ വരണം എന്നില്ല. ലൈബ്രറിയുടെ സൈറ്റിൽ കയറുക, ആ ലിങ്കിലേക്ക് പോകുക, ഫുൾ ടെക്സ്റ്റും കിട്ടും, അതേപോലെ എന്തും കിട്ടും, അബ്സ്ട്രാക്റ്റും ഇനി സംസാരിക്കരുത്, ഇനി ഫോൺ എടുത്ത് വെച്ചേ, ഇനി ഫോൺ എടുത്ത് വെച്ചേ. ഈസിൻസ് എന്താ, ഈസിൻസ് എന്ന് പറയുന്നത് മാഗസിൻസ്. മറ്റേത് ജേർണൽസ് ആയിരുന്നു, ഇതെന്താണ്, മാഗസിൻസ് ആണ് ഈസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ജേണൽ എന്ന് പറയുന്ന സമയത്ത് അതൊരു പീരിയോഡിക് ഇന്റർവെല്ലിന് ഇറങ്ങുന്നതായിരിക്കും. ക്വാർട്ടർലി, മന്ത്ലി, ബൈമന്ത്ലി, ഇയർലി, വീക്ക്ലി, ഇതൊക്കെയാണ് എന്ത് വരുന്നത്, ജേണൽ വരുന്നത്. മാഗസിൻ എന്ന് പറയുമ്പോൾ ഇയർലി ഇറങ്ങുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജ് മാഗസിൻ ഇല്ലേ, അത് നമ്മൾ ഒരിക്കലും എന്ത് പറയില്ല, പീരിയോഡിക്കൽ എന്ന് പറയില്ല. ഇപ്പൊ മലയാള മനോരമ ചില സമയത്ത് മലയാള മനോരമ മാഗസിൻസ് ഇറക്കും. അത് ഇയർലൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ പതിപ്പൊക്കെ ആയിട്ടാണ് അവരെന്ത് ചെയ്യുക, മാഗസിൻസ് ഇറക്കുക. അത്തരത്തിലുള്ള മാഗസിൻസ് അവൈലബിൾ ആവുന്നതാണ് ഒരു സൈറ്റാണ് മാക്സ്റ്റർ എന്ന് പറയുന്നത്. എന്താണ് മാക്സ്റ്റർ? ഇതും നിങ്ങളുടെ ലൈബ്രറിയുടെ വെബ്സൈറ്റിലുണ്ട്. എന്താ നോക്കിയേ, കൊള്ളണമെന്നില്ല. ചില സമയത്തെ നമുക്കത് എന്തായിട്ടുള്ളൂ, ഫ്രീ കിട്ടുള്ളൂ. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലോഗിൻ ചെയ്ത് പിന്നെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. ഇപ്പൊ AI ടൂൾ തന്നെ നിങ്ങൾ ChatGPT നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുള്ളൂ. ആ ഒരു ടൂൾ മാത്രമല്ലല്ലോ, അതിൽ കുറച്ച് ക്രെഡിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെന്റ് നടത്തേണ്ടി വരും. അങ്ങനെയാണ്. എന്നാലും നമുക്ക് എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പരിധിക്കുള്ളിൽ എന്ത് കിട്ടും, ഇത് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓപ്പൺ ചെയ്ത് നോക്കാം, പോകുക നോക്കുക സൈറ്റ്. പിന്നെ വേറെ രസമുണ്ട്, ഇങ്ങനത്തെ സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ പകലും നല്ല ജാമായിരിക്കും. എന്തുകൊണ്ടാ, അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പകല് നല്ല ജാമായിരിക്കും, പക്ഷെ രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ എന്താണ്, ആ ജാം അങ്ങനെ കുറഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എന്താ അവിടെ എഴുതിയത്, 9,000 plus magazines and newspapers with one subscription. Read digitally on any device, no comments, cancel anytime. ഇത് പേയ്മെന്റോട് കൂടിയിട്ടുള്ളതാണ്. ഒരു സബ്സ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും എന്ത് കിട്ടും, ആക്സസ് അവൈലബിൾ ആണ്. അതന്നെ പോരെ, ഇഷ്ടംപോലെ ഉണ്ടാവില്ലേ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചറുകാരുടെ സംബന്ധിച്ച് ഏത് ലാംഗ്വേജ് ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ലേഖനങ്ങളും മാഗസിൻസും ഒക്കെയാണ് ഉപയോഗിക്കുക. സയൻസുകാരാണ് എന്ത് ചെയ്യുക, ലാബ് പോയിട്ട് അവിടെ ഇരുന്നിട്ട് കുത്തിയിരിക്കുക. അത്ര പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇത്ര സാധനങ്ങളൊക്കെ അവൈലബിൾ ആണെങ്കിൽ എന്താണ് കിട്ടും അല്ലേ. ഇനിയിപ്പോ നിങ്ങൾ ടോപ്പിക് കൊടുത്താൽ തന്നെ തരൂലേ, പ്രൊജക്ട് തരൂലേ, അതിന്റെ സൈറ്റൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ. +2 ചെയ്തിട്ടില്ലേ, ഹ്യൂമാനിറ്റീസ് പഠിച്ചവര്, സയൻസ് പഠിച്ചവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഉണ്ട്, ഞാൻ പറഞ്ഞ് നിങ്ങൾ വഷളാക്കണില്ല. അപ്പൊ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യണം. ഇനി ലൈബ്രറി ക്ലെയിം ചെയ്തോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പൊ ഇ ബുക്ക് കിട്ടാനുള്ള സൈറ്റ് കണ്ടോ, DOB
ഈ ജേണൽ കിട്ടാനുള്ളത് DOAJ, മാഗസിൻ കിട്ടാനുള്ളത് മാക്സ്റ്റർ, ഈസിലെ മാക്സ്റ്റർ. IR എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററി ഇല്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇവിടെ ശ്രദ്ധിക്കാനേ മതി 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 മതി. ആ ഫോൺ എടുക്കാൻ പറഞ്ഞതാന്ന് തോന്നുന്നു അബദ്ധമായത് അല്ലെ? എല്ലാരും ഇങ്ങനെ മുറുമുറുക്കാൻ തുടങ്ങിയത് ആണോ? ഓർക്ക വരുന്നുണ്ടോ? പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചായന് ഇയാളെന്നെ കണ്ണട വെച്ചാളെന്നെ. IR എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററീസ്. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററീസ്. അതായത് ഞാൻ നേരത്തെ ഡിസ്പേസ് എന്ന് പറഞ്ഞല്ലോ അല്ലെ? അതേപോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട്, ഇനി ഡിസ്പേസ് തന്നെ വേണമെന്നില്ല, നമുക്ക് നമ്മുടേതായ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം. പ്രോഗ്രാം ഒക്കെ അറിയുന്ന നല്ലൊരാളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പൈസ കൊടുക്കുമെങ്കിൽ പുറത്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഔട്ട്പുട്ടുകൾ, ഇന്റലക്ച്വൽ ഔട്ട്പുട്ടുകൾ, ഇന്റലക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റലക്ച്വൽ ഔട്ട്പുട്ട് ആരാണ് ഇന്റലക്ച്വൽ ഔട്ട്പുട്ട് തരിക ഈ കോളേജില്? അയാളോ? ഒരാള് മാത്രല്ല, നിങ്ങളുടെ എല്ലാവരും കൊടുക്കുന്ന സാധനങ്ങൾ ഇന്റലക്ച്വൽ ഔട്ട്പുട്ടാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ കോളേജിൽ സബ്മിറ്റ് ചെയ്യുന്ന പ്രൊജക്ടുകൾ ഇവിടുത്തെ ഇന്റലക്ച്വൽ ഔട്ട്പുട്ടുകളാണ്. നിങ്ങളുടെ ഇവിടെ ഓരോ ടീച്ചേഴ്സും ഇവിടുത്തെ ഓരോ സ്റ്റാഫും എഴുതുന്ന ലേഖനങ്ങൾ എന്താണ്? ഈ കോളേജിന്റെ ഇന്റലക്ച്വൽ ഔട്ട്പുട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം സ്കാൻ ചെയ്തിട്ട് നമുക്ക് കയറ്റി വെക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണെന്ത്? അക്കോമഡേറ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണെന്ത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അതിൻ്റെതായ ഇന്റലക്ച്വൽ ഔട്ട്പുട്ട് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. എനിവേ അതൊന്നും നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഒരു എക്സൽ ആയാലും മതി. നമ്മുടെ കയ്യിൽ സാധാ നിങ്ങൾ ഉപയോഗിക്കുന്ന കാൽക്കില്ലേ, അതുണ്ടെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററിയുടെ സൈറ്റും ഏതിലുണ്ട്? നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. മനസ്സിലായോ? അത് ചില യൂണിവേഴ്സിറ്റികളുടെ IR വരെ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. പല യൂണിവേഴ്സിറ്റികളുടെയും IR നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. MG യൂണിവേഴ്സിറ്റിയുടെ യൂസ് ചെയ്യാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേത്, കേരള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ IR നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ റിസർച്ചുകളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു കൊളാബറേഷനോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഓവർലാപ്പിംഗ് ഇല്ലാതെ സാധിക്കുകയും ചെയ്യും. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂപ്ലിക്കേഷൻ വരാതിരിക്കാം. PhD സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നത് എന്ത്? ഇതേ ടോപ്പിക്കില് കർണാടകയിലും ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? PhD ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യും? അയാൾ സബ്മിറ്റ് ചെയ്തു, നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു, എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. സെയിം ടോപ്പിക് ആണെങ്കിൽ റിജക്ട് ചെയ്യും. പണ്ട് അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററീസ് നോക്കിക്കഴിഞ്ഞാല് ഈ ലോകത്ത് നടന്ന എല്ലാ ഡിസീസുകളും കിട്ടും. ചിലത് സിനോപ്സിസുകൾ മാത്രം കിട്ടും. സബ്മിറ്റ് ചെയ്യാൻ പോണതും അറിയണല്ലോ നമുക്ക്, കിട്ടും. മറ്റേതൊക്കെ അന്നൊക്കെ എങ്ങനെ വെച്ചാൽ കത്തെഴുതാ ചെയ്യുക. ഓരോ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് ലൈബ്രറി സയൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ, ഇന്ന ടോപ്പിക്കിൽ അവിടെ PhD ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ടെലഗ്രാം അയക്കാൻ. ഇതൊക്കെയായിരുന്നു പരിപാടികൾ. ഇന്നിപ്പോ അതൊന്നുമില്ല. ആരെ സമ്മതവും വേണ്ട. ഇതേപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എവിടൊക്കെ എന്തൊക്കെ റിസർച്ചുകൾ നടക്കുന്നുണ്ട്, നമ്മളത് ഏത് വഴിയിലൂടെ നമ്മൾ കൊടുത്തു വിടണം എന്നെല്ലാം നമുക്ക് തരുന്ന ഇൻഫർമേഷൻ തരുന്ന ഒരു സൈറ്റാണ് എന്ത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററി. അതായത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡെവലപ്പ് ചെയ്യാനും സാധ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെപ്പോസിറ്ററീസ് ആണ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഇതിന് യൂസ് ചെയ്യുന്നതാണ് DSpace. അതിലെന്തോ വർക്ക് നടക്കുന്നത് കൊണ്ടാണ് അത് എന്താവാത്തത്, ഓൺ ആവാത്തത്. ഇനി അതേപോലെയുള്ള മറ്റൊരു സൈറ്റാണ് MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറിയാൽ മതി.
ഇത് ആർക്കും യൂസ് ചെയ്യാട്ടോ, ഒരു ലൈബ്രറിക്കോ ഒരു കോളേജിനോ മാത്രമല്ല എനി പേഴ്സണ് യൂസ് ചെയ്യാൻ പറ്റും. എന്ത് MG യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള തിസീസുകളും പ്രൊജക്റ്റുകളും അതിന്റെ സിനോപ്സിസുകളും. ഇവിടെ സെർച്ചിൽ നമ്മൾ ടോപ്പിക് കൊടുത്താൽ മതി. ടൈറ്റിൽ അറിയെങ്കിൽ ആ ടൈറ്റിൽ തന്നെ കൊടുക്കാം. ഇനി അതല്ല കണ്ടന്റ് മാത്രമാണെങ്കിൽ കണ്ടന്റ് കൊടുക്കാം. സ്കോളറുടെ പേരറിയെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഗൈഡിന് അറിയെങ്കിൽ ഗൈഡിന് കൊടുക്കാം. എക്സഷൻ നമ്പർ അറിയെങ്കിൽ അതും കൊടുക്കാം. മനസ്സിലായോ? സബ്ജക്റ്റ് കൊടുത്താൽ തന്നെ മതി. ഏതെങ്കിലും ഒരു ടോപ്പിക് കൊടുത്തു നോക്കാം. ഞാനിവിടെ ഒരു ടോപ്പിക് എടുത്തത് കോസ്റ്റ് അനാലിസിസ് എന്നാണ്. അത് വന്നിരിക്കുന്ന എല്ലാ തിസീസുകളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? കോസ്റ്റും അനാലിസിസും രണ്ട് വേർഡായിട്ട് സെർച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് എന്താണ് ഇവിടെ നമുക്ക് റിട്രീവ് ചെയ്ത് വന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് കോസ്റ്റ് മാത്രം മതിയെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. കോസ്റ്റ് നോട്ട് അനാലിസിസ് എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കോസ്റ്റ് അനാലിസിസ് നോട്ട് അനാലിസിസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യുക. കോസ്റ്റ് അനാലിസിസ് നോട്ട് അനാലിസിസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് അനാലിസിസുമായിട്ടുള്ള മാത്രമേ വരുള്ളൂ, അനാലിസിസ് വരൂല. ബൂലിയൻ സെർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ഉണ്ട്. നിങ്ങളെ ടോപ്പിക് തന്നെ കൊടുത്താൽ മതി, അതെന്ത് ചെയ്യും, അത് തരും. ഇനി അതേപോലെ വേറെയും സൈറ്റുകൾ ഉണ്ട്. ഇതിന്റെ പേരെന്നെ ഓൺലൈൻ തിസീസ് ലൈബ്രറി എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ബ്രേക്ക് വേണം? ഒരു തിസീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡെസർട്ടേഷൻ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ പ്രൊജക്റ്റ് ഇല്ലേ, അതിലെന്തൊക്കെ ഉണ്ടാവുക? +2 നിങ്ങൾ ചെയ്തിട്ടില്ലേ? അസൈൻമെന്റ് വെക്കാറല്ലേ? എന്തൊക്കെ ഉണ്ടാവും അസൈൻമെന്റില്? ടോപ്പിക് ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ ഇനി ഒരു പ്രൊജക്റ്റിൽ എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ചാപ്റ്ററുകളാണ് ഉണ്ടാവുക. മിനിമം 4 or 5 ചാപ്റ്ററുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് നമ്മൾ നേരത്തെ ഒന്ന് സെലക്ട് ചെയ്തല്ലോ, ആ സെലക്ട് ചെയ്തതിലെ ചാപ്റ്റർ എത്ര? 4ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ ഫുള്ളായിട്ട് നമുക്ക് കിട്ടി, PDF ആയിട്ട് അങ്ങോട്ട് കിട്ടി. അത് പ്രിന്റ് എടുക്കാം. ഇനി അതല്ല നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് കോപ്പി ചെയ്ത് വെക്കാം. പിന്നീട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എന്താണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് കേട്ടോ. അത് MG യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഇതും എവിടെ ഉണ്ട്? നിങ്ങളുടെ ലൈബ്രറിയുടെ സൈറ്റിലുണ്ട്. വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങളിലെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതൊരു പക്ഷെ ലാംഗ്വേജ് ലിറ്ററേച്ചറിൽ അങ്ങനെ തെളിഞ്ഞിട്ടില്ലെങ്കിലും സയൻസ് ഫീൽഡിൽ തെളിയിക്കാൻ കഴിയില്ല. ആലോചിച്ച് നോക്കിയേ, ഇത് ഇതേ രൂപത്തിലുള്ള സാധനം വേറൊരാൾക്ക് കണ്ടെത്തിയിട്ട് അവകാശപ്പെടാൻ പറ്റുമോ? ഇല്ല. ഈ സാധനം പറ്റൂലല്ലോ. വാച്ച് ഇതേ സാധനം വേറൊരാൾക്ക് ഇത് ഞങ്ങളതാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവകാശപ്പെടാൻ പറ്റില്ല, പാറ്റന്റ് കൊടുക്കൂല. അപ്പൊ അതാണ് പറഞ്ഞത്, ഗവേഷണം നടത്തുമ്പോ എന്ത് പാടില്ല, റെപ്യൂട്ടേഷൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇനി അങ്ങനെ ആവുമ്പം അത് കോപ്പി അടിച്ചതിന് തുല്യമായി മാറും. അപ്പൊ അത് റിജക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒന്നും വരാതിരിക്കാനാണ് നമ്മുടെ ഇതേ രൂപത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ റെപ്പോസിറ്ററീസ്, റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് റിസർച്ച് റെപ്പോസിറ്ററീസ് ഉണ്ട്, ഫ്രീ ആയിട്ട് അവൈലബിൾ. അതിൽ ഒന്നാണ് ഇപ്പൊ നമ്മൾ കണ്ട ഏത്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടേത്. അതേപോലെ വേറൊരു സൈറ്റാണ് ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് റെപ്പോസിറ്ററീസ്. കണ്ടോ, ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് റെപ്പോസിറ്ററീസ്, DOAR. ഓരോ അക്ഷരങ്ങൾക്കേ വ്യത്യാസമുള്ളൂ. ആദ്യത്തേത് DOAB ആയിരുന്നു, മറ്റേത് DOAJ ആയിരുന്നു. ഇതെന്താണ്, R ആണ്. അപ്പൊ അത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കി വെച്ചതാണ്. ഇതിലെല്ലാ സർവീസുകളും ഉണ്ട് കേട്ടോ. ഇത് ഏത് യൂണിവേഴ്സിറ്റിൻ്റെതാണെന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. ഈ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഏതാണോ വേണ്ടത്, ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ടേം നിങ്ങൾ അവിടെ കൊടുത്താൽ മതി. ഇനി യൂണിവേഴ്സിറ്റി വൈസിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സെർച്ച് ചെയ്യാവുന്നതാണ്.
പ്രിന്റ് റിസോഴ്സസും ഉണ്ട്, ഇലക്ട്രോണിക് റിസോഴ്സസും ഉണ്ട്. ഇത് ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, അതാണ് ഞാൻ അതുപോലെ. അപ്പൊ ഇത് മൂന്നും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യം കിട്ടും. ഈ ബുക്ക് കിട്ടും, ജേണൽ കിട്ടും, പിന്നെ ഇതേപോലെ റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളുകളൊക്കെ അവൈലബിൾ ആണ്. ഇനി അതേപോലെയുള്ള ഇത് തുറന്നു നോക്കിയിട്ടുണ്ടോ? ശോധഗംഗ എന്ന് പറഞ്ഞ സാധനം കാണുന്നുണ്ടോ? എൻലിസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഇത് ഓ ആ അത് പറയുന്നതിന് മുമ്പ് നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ NDL കേട്ടിട്ടുണ്ടോ? നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്. ഏതാണ് നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ? എവിടാണ് അറിയോ? ഇത് ജനറൽ നോളജിൽ വരുന്ന കാര്യങ്ങളാ. കൊൽക്കത്ത. അപ്പൊ ഈ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റുകളും അതിലുണ്ട്. എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനും ഇതില് അവൈലബിൾ ആണ്. ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത്രയും യൂസേഴ്സ് ഇതിനുണ്ട്. എത്ര യൂസേഴ്സാ? എത്ര റിസോഴ്സസാ? 10 മില്യൺസ്, മോർ ദാൻ 10 മില്യൺസ് ആണ് പറഞ്ഞത്. 10 മില്യൺസ് എന്നല്ല പറഞ്ഞ, അറൗണ്ടും അല്ല, മോർ ദാൻ 10 മില്യൺസ് റിസോഴ്സസ് അവൈലബിൾ ആണ്. പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. പിന്നെന്താണ്, 100 മില്യൺസ് ഓഫ് യൂസേഴ്സും ഇതിന് എന്തുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് തന്നെ എന്തുണ്ടാക്കാം, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ഐഡിയും ഒക്കെ ഉണ്ടാക്കാം, ഒരു പ്രശ്നവുമില്ല. ഇതാണ് ആ സൈറ്റ്. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എന്ന് അടിച്ചു കൊടുത്താൽ മതി, എന്നാൽ തന്നെ കിട്ടും. NDL എന്ന് കൊടുത്താലും കിട്ടും. ഇതാ സെർച്ച് ചെയ്യേണ്ടത് ഓപ്ഷൻ ഇതാ, NDL എന്ന് അടിച്ചാൽ മതി. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എന്ന് അടിച്ചു കഴിഞ്ഞാലും നേരെ ഇതേ പോണ വരും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കീവേഡ് കൊടുക്കാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഐഡി ഉണ്ടാക്കാം കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂഷനും ഐഡി ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഓരോ യൂസറിനും എന്ത് ചെയ്യാം, ഐഡി ഉണ്ടാക്കാം. നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ അതിലേക്ക് വരും. എന്തിലേക്ക്? മെയിലിലേക്ക് വരും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ഏത് ടേം വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ ഫീൽഡ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് ചോദിക്കുന്നത്. അതിന്റെ മോട്ടോ കൊടുത്തത് കണ്ടോ, 1 ലൈബ്രറി ആൾ ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് മാത്രമേ ലൈബ്രറി മതി കണ്ടോ. അത് നിങ്ങൾ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലോ, ഇതിപ്പോ റിസൾട്ട് ഒരുപാടുണ്ട്. കോസ്റ്റ് എന്നതിനോട് കോസ്റ്റ് വരുന്ന എല്ലാ സംഭവങ്ങളും അതിൽ വരും. ഒന്നും കൂടി നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റിട്രീവ് ചെയ്യുള്ളൂ. അപ്പൊ കുറച്ചുകൂടി സുഖല്ലേ. യൂസ് ചെയ്യണം കേട്ടോ അതൊക്കെ. ഡെൽനെറ്റ് കേട്ടിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. എവിടുന്നാ കേട്ടെ? സാർ ഗ്രൂപ്പിലിട്ടിന്. ഇതെങ്ങനെ ഇവർക്ക് പാസ്വേഡും ഐഡിയും കൊടുക്കണോ? യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കണോ? എത്ര പേർക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ട്? ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. എത്ര പേര് അപേക്ഷിച്ചു വേണമെന്ന് പറഞ്ഞിട്ട്? ആരും കൊടുത്തില്ല. അതെ, ഇതെന്താ സംഭവം എന്നറിയാം. ഇങ്ങനത്തെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ എന്താ പറയാ നെട്ടിപ്പിക്കണം. നിങ്ങളൊന്നുമല്ല, ഒരേക്കാൾ വലിയ ആൾക്കാരാണെന്ന് നെട്ടിക്കണം. കാരണം ടീച്ചേഴ്സ് കുട്ടികളിലൂടെ കുറെ കാര്യങ്ങൾ ടീച്ചേഴ്സ് പഠിക്കാനുണ്ട്.
നമ്മൾ പഠിച്ചെടുക്കാനുണ്ട്. നിങ്ങളിലൂടെ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന റെഫറൻസ് ചിലപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ അത് പോയി സെർച്ച് ചെയ്ത് നോക്കും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ എന്ത് ചെയ്യും? സെർച്ച് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള വിദ്യകള് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഇപ്പൊ ഈ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എന്നൊക്കെ പറഞ്ഞ ഇന്ത്യ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാശ് ചെലവാക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ടാണ് ആ കാശ് ചെലവാക്കുന്നത്. അപ്പൊ നമ്മളത് യൂസ് ചെയ്യണ്ടേ? അത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാതെക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ചോദിക്കാം, ആരെങ്കിലും ചോദിച്ചാല് ഇന്ത്യയിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറി ഏതാണ്, അല്ലെങ്കിൽ എടുത്തു കാണിക്കപ്പെട്ട ഒരു എന്താ പറയാ നോളജിന്റെ കലവറ ഏതാണ് ഓൺലൈനായിട്ട് അവൈലബിൾ എന്ന് വെച്ചാൽ ഇത് പറയില്ലേ? എന്താണ് NDL? എന്താണ്? നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. അതേപോലെ ഒരു സാധനമാണ് എന്ത്? ഡെൽനെറ്റ് എന്ന് പറഞ്ഞ ഡെവലപ്പിംഗ് ലൈബ്രറി നെറ്റ്വർക്ക്. അതായത് ഇപ്പൊ നിങ്ങൾ ഈ കോളേജിലുള്ള സാധനം ഞങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റുമോ? ഫറോക്കോളയിൽ ഇരുന്നിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. ഫറോക്കോളയിലുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ലൈബ്രറികൾ തമ്മിൽ എന്തുണ്ടാക്കണം? ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം. നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു റെസിഡൻഷ്യൽ ക്യാമ്പിനോ അല്ല വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോ ഫെസ്റ്റിവലിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ മറ്റുള്ള കോളേജിലെ കുട്ടികളുമായിട്ട് കണക്ട് ആവുന്നില്ലേ? നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നില്ലേ? അതേപോലെ തന്നെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, വേൾഡിലുള്ള എല്ലാ ലൈബ്രറികളും തമ്മിൽ ഒരു നെറ്റ്വർക്ക് വേണം. അങ്ങനെ ആകുന്ന സമയത്ത് എന്താണ്? ഒരു ലൈബ്രറിയിൽ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ സോഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു സ്ഥലത്ത് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന് പറയുന്നതാണ് യൂണിയൻ കാറ്റലോഗ് എന്നൊക്കെ പറയും. യൂണിയൻ, നമ്മളൊരു യൂണിയനൊക്കെ ഉണ്ടാക്കൂലേ? നിങ്ങൾ കേട്ടില്ലേ യൂണിയന്? ഇപ്പല്ലേ പാർട്ടികളില്ലേ, പല യൂണിയനുകളില്ലേ? അല്ലേ? ഈ യൂണിയൻ മെമ്പേഴ്സിന് പല സ്ഥാപനങ്ങളിലെ യൂണിയനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ ലൈബ്രറികൾ തമ്മിൽ എന്തുണ്ടാക്കുക? ഒരു യൂണിയൻ ഉണ്ടാക്കുക, നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക. അപ്പൊ ഈ ലൈബ്രറിയിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള ലൈബ്രറിയിലേക്ക് ഇരുന്നിട്ട് കാണാൻ പറ്റും. അപ്പൊ എനിക്ക് സുഖമാണ്. എന്റെ കുട്ടികളെ വന്നിട്ട് ചോദിക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്ന സാധനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് കൈയും കെട്ടിയിരിക്കാൻ പറ്റൂല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പൊ എനിക്ക് ഇത് ഉണ്ടെങ്കിൽ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഇന്ന സ്ഥലത്ത് ലൈബ്രറിയിൽ ഉണ്ട്, നമുക്കത് നോക്കി നോക്കാം, എന്നിട്ട് അതിന് സെർച്ച് ചെയ്യും. കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം. അപ്പൊ അവര് ഒന്നെങ്കിൽ പണ്ടൊക്കെ പോസ്റ്റലായിട്ട് അതിന് അയച്ചുതരാ, ഇപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഇമെയിൽ ആയിട്ട് അയച്ചു തരും. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരാണോ അതിന്റെ കറക്റ്റ് യൂസർ എന്ന് വെച്ചാൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതിനുള്ളതാണ് നമ്മൾ ഡെൽനെറ്റ് എന്ന് പറഞ്ഞാല്. ഇന്ത്യയിലുള്ള എല്ലാ ലൈബ്രറികളുടെയും ഒരു ശൃംഖലയാണ്. അതിലൂടെ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈബ്രറി ഉണ്ടാക്കി തരുന്നതാണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെറ്റീരിയലുകളെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്നാലും ആക്സസ് ചെയ്യാൻ പറ്റും. ലൈബ്രറിയിൽ വരേണ്ട ആവശ്യം ഇല്ല. നിങ്ങളുടെ സൈറ്റിൽ നിന്ന് ഡെൽനെറ്റ് എന്ന് പറഞ്ഞ ഐക്കൺ കണ്ടില്ലേ? ഈ ഐക്കൺ കണ്ടോ? അവിടെ ചെറുതായിട്ടുള്ള ഈ ഡെൽനെറ്റ് കണ്ടോ? ഡെവലപ്പിംഗ് ലൈബ്രറി നെറ്റ്വർക്ക്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് പോവാ. ഇതിലെത്തും. ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മളെ ഇത് ശരിക്ക് പെയ്ഡ് ആണല്ലേ? പൈസ കൊടുക്കുന്നില്ല, മന്ത്ലി അല്ല ഇയർലി അല്ലേ? അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോളേജ് ഇത്രയും കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുന്ന സാധനമാണ് ഈ ഡെൽനെറ്റ് എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ യൂസ് ചെയ്തില്ല പിന്നെ ആരാ യൂസ് ചെയ്യാ? അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. ഇതിനിപ്പോ നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളെ ലൈബ്രറിയുടെ സൈറ്റിൽ നിന്ന് ഡെൽനെറ്റ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് പോകും. കണ്ടോ? യുവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് കയറാവുന്നതാണ്. ഓക്കെ, അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഡെൽനെറ്റിന്റെ സൈറ്റിലേക്കാണ് നമ്മൾ പോവുക. ഈ സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? സെർച്ച് ചെയ്യാവുന്നതാണ്. ഇതിൽ കണ്ടോ? ഇതിന്റെ റിസോഴ്സസിൽ ഡെൽനെറ്റ് കൺസോർഷ്യം ജേണൽ ഉണ്ട്, ഡെൽനെറ്റ് കൺസോർഷ്യം ബുക്ക് ഉണ്ട്, നെറ്റ്വർക്ക്ഡ് ലൈബ്രറി റിസോഴ്സസ് ഉണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണോ ജേണൽ ആർട്ടിക്കിൾ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ത്രൂ ലൈബ്രറി പോകണമെങ്കിൽ അങ്ങനെ, ബുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ.
ഇതും ഇതേപോലെ കോളേജ് നിങ്ങൾക്ക് വേണ്ടി വാങ്ങുന്ന സാധനമാണ് എൻലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. കോളേജുകൾക്കും യൂണിവേഴ്സിറ്റിക്കുമാണ് UGC ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജിലെ മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ, കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ലൈബ്രറിയിൽ നമ്മൾ മെമ്പർ ആവും. നമ്മൾ മെമ്പർ ആയി കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, എൻലിസ്റ്റ്. ഇവിടെയും ഇതേപോലെ തന്നെയാണ്. 10,000 അധികം ഫ്രീ ആയിട്ടുള്ള ഇൻഫർമേഷൻ സോഴ്സസുകളാണ് ഏതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്, എൻലിസ്റ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ തന്നെ ഡെൽനെറ്റ് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും തരും. അപ്പൊ നിങ്ങൾക്ക് എവിടെ വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഏകദേശം ഒരു 10 വർഷം മുമ്പുള്ള ഐഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അത് തുടങ്ങിയ സമയത്ത്, നമ്മൾ കോളേജിൽ തുടങ്ങിയ സമയത്ത് എടുത്ത ഐഡിയ ആണ്. അപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞ വർഷങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങൾ 3 വർഷം കഴിയുമ്പോൾ 4 വർഷം കഴിയുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. നമ്മൾ ആ സ്ഥാപനത്തിൽ എത്ര കാലം നിൽക്കുന്നോ അത്രയും കാലം അവരിത് റിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻലിസ്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇൻഫ്ലിബിനെറ്റ്, UGCയുടെ ഇൻഫ്ലിബിനെറ്റ് എന്ന് പറഞ്ഞ സെന്റർ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളേജ് അഡ്മിൻ ലോഗ് എന്ന് പറഞ്ഞ സാധനം കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർ ലോഗിൻ എന്ന് പറയും. ഞാൻ ഇത് നേരത്തെ ഓപ്പൺ ആക്കിയിട്ടതാണ്, പെട്ടെന്ന് ലോഡ് ആവാൻ വേണ്ടിയിട്ട്. എന്റെ പാസ്വേഡും ഐഡിയും കൊടുത്തിട്ട് കയറുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ സെർച്ച് കണ്ടോ, ഇത് ഫുൾ ടെക്സ്റ്റ് ഇ ജേണൽ ആണ് ഒരു സൈറ്റിൽ കാണിക്കുന്നത്. ഒരു ഭാഗത്ത് കാണിക്കുന്നത് എന്താണ്, ഫുൾ ടെക്സ്റ്റ് ഇ ബുക്ക് ആണ്. ഇവിടെ നമ്മൾ സെർച്ച് കൊടുത്താൽ മതി. എത്ര റിസൾട്ട് വന്നേ, 1018. കാണുന്നുണ്ടോ? ഇത്രയും റിസൾട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഇ ബുക്ക് ഉണ്ട്, ജേണൽ ആർട്ടിക്കിളും ഉണ്ട്. ഓരോ ലിങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനിലേക്ക് അല്ലെങ്കിൽ ഡോക്യുമെന്റിലേക്ക് നമുക്ക് പോവാൻ കഴിയും. ഓക്കെ, മടുത്തൂല്ലേ? പലരുടെ മുഖം വിളിച്ചു പറയുന്നുണ്ട് മടുത്തു എന്ന്. ഇനി അതേപോലെ UGC നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ശോധ് ഗംഗ. അതായത് ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നടന്ന PhD തിസീസിന്റെ ഫുൾ PDF നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. മൊത്തം തിസീസുകളുടെ PDF. അതായത് ഒരു തിസീസ്, ഒരു റിസർച്ച് സ്കോളർ അയാൾക്ക് PhD അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തിനുള്ളിൽ എന്തിലുണ്ടാവും, ശോധ് ഗംഗയിലുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് നമ്മൾ വണ്ടി വിളിച്ച് പോയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് അങ്ങനെ വണ്ടി വിളിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ അവാർഡ് ചെയ്തിരിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുമുള്ള PhD തിസീസ് നമുക്ക് അവൈലബിൾ ആവും. അങ്ങനെ അവൈലബിൾ ആകുന്ന ഒരു റെപ്പോസിറ്ററിയാണ് ഏത്, ശോധ് ഗംഗ എന്ന് പറയുന്നത്. ഇനി ചെയ്തുകൊണ്ടുള്ളത് കിട്ടണ്ടേ, ഇപ്പൊ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയണ്ടേ, അതാണ് ശോധ് ഗംഗോത്രി എന്ന് പറയുന്നത്. ഈ ശോധ് ഗംഗ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിലൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ് അറിയാം, ഇത് നമ്മൾ നേരത്തെ തുറന്നു വെച്ചൊരു സംഭവമാണ് അല്ലെ. അതിലേക്കല്ല പോയത്, എന്താ കാരണം എന്നറിയോ, MG യൂണിവേഴ്സിറ്റിയുടെ തിസീസ് പോർട്ടൽ നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കി വെച്ചിരുന്നത്. അപ്പൊ MG യൂണിവേഴ്സിറ്റി ഇന്ത്യയിലൊരു യൂണിവേഴ്സിറ്റി അല്ലേ, അവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാം എന്തിലും ഉണ്ടാവും, ശോധ് ഗംഗയിലും ഉണ്ടാവും. അതുകൊണ്ടാണ് അത് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് പോയത്. ഇനി ഒപ്പാക്ക്, ഓൺലൈൻ പബ്ലിക് ആക്സസ് കാറ്റലോഗ് എന്നാണ് പറയുക. എന്താണ് ഓൺലൈൻ പബ്ലിക് ആക്സസ് കാറ്റലോഗ്? നിങ്ങള് ഒരു ഹോട്ടലിലോ ഫുഡ് ബാറിലോ പോയാൽ എന്താ ചെയ്യാ, മെനു ചോദിക്കൂ അല്ലേ. പിന്നെ മെനു കിട്ടിയ നിങ്ങൾ എന്താ ചെയ്യാ,
ഐറ്റംസിന്റെ പ്രൈസ് നോക്കും. പിന്നെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നോക്കും. പിന്നെന്താ ഓർഡർ ചെയ്യും അല്ലേ. അതിന് നിങ്ങൾ പോയിക്കുന്ന മെനു ഇല്ലേ, എന്താണ് ലിസ്റ്റ് ആണ് അല്ലേ. ആ ഹോട്ടലിൽ അല്ലെങ്കിൽ ആ കൂൾ ബാറിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ ലിസ്റ്റ് ആണ് അതിൽ എന്തൊക്കെ ഉണ്ടാവും, വില ഉണ്ടാവും, ചില റെസിപ്പി ഉണ്ടാവും അല്ലേ, ചിത്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അതേപോലെ ലൈബ്രറിയിലുള്ള മെറ്റീരിയലുകൾ ഉണ്ടല്ലോ, ലൈബ്രറിയിൽ കുറെ ബുക്കുകളും റിസോഴ്സുകളും ഉണ്ടല്ലോ, അതിന്റെ ഒരു ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് എന്ത്, ഒപാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മെനു ആണ് എന്ത്, ഒപാക്. പണ്ടത് കാർഡുകളായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്യാം. ചെറിയ 12x7 സൈസിലുള്ള നമ്മുടെ കാർഡില്ലേ, എന്താ പറയാ, കത്തയക്കണ കാർഡില്ലേ, കണ്ടിട്ടുണ്ടോ? അതേ സൈസിലുള്ള താഴെ ഒരു ഹോൾസ് ഒക്കെ ഉള്ള ഒരു കാർഡായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് പകരം എന്താണ്, അതൊക്കെ നീക്കം ചെയ്തു. ഇപ്പൊ ഓൺലൈൻ സംവിധാനങ്ങളാണ്. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ലിസ്റ്റ് ആണ്, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ ദ ലൈബ്രറിയാണ് നമ്മൾ എന്ത് പറയണത്, ഒപാക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ലൈബ്രറി കയറി ചെന്നിട്ട് ഈ ഒരു 10,000 ബുക്കിന്റെ ഇടയിൽ നിങ്ങൾക്ക് പെർട്ടിക്കുലർ ഒരു ബുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാ ബുക്കും സെർച്ച് ചെയ്യണ്ടേ, വേണ്ടേ? അപ്പൊ എന്താ ചെയ്യാ, ബുദ്ധിമുട്ടല്ലേ, ഭയങ്കര ടൈം പോവില്ലേ. അപ്പൊ അതിന് മുമ്പ് എന്താ ചെയ്യാ, ഈ ഒപാക്കിൽ പോയിട്ട് സെർച്ച് ചെയ്യാ. ചിലപ്പോ ലൈബ്രറിയിലുള്ള ബുക്ക് ആയിരിക്കാം, 10 കോപ്പി ബുക്ക് ഉണ്ടെങ്കിലും അത് 10 ആൾ എടുത്തു പോയിട്ടുണ്ടാവും. ഈ ലിസ്റ്റ് ഒന്നും നോക്കാതെ നമ്മൾ പോവുകയാണെങ്കിൽ എന്താണ്, വെറുതെ അല്ല നമ്മൾ സെർച്ച് ചെയ്യണത് അല്ലേ. അപ്പൊ അങ്ങനത്തെ നമ്മൾ ടൈം കൺസ്യൂം ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് ലൈബ്രറിയിലെ ബുക്കുകളും റിസോഴ്സസുകളും റിട്രീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, ഒപാക്. എങ്ങനെയാ നോക്കുക, ഇതിൽ കാണിക്കും ഇവിടെ അവൈലബിൾ ആണോ, ഇഷ്യൂ ആണോ എന്നൊക്കെ. പിന്നെ ലൈബ്രറിന് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അത് ആര് കൊണ്ടുപോയി, അത് എന്ന് തിരിച്ചു വരും എന്നുള്ളതൊക്കെ. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലൈബ്രറിയിൽ എന്ത് ചെയ്യാൻ പറ്റും, റിസർവേഷൻ ചെയ്യാൻ പറ്റും ബുക്കിന് വേണ്ടിയിട്ട്. ഇത് നിങ്ങളുടെ കോളേജിന്റെ ഒപാക് ആണ്. ഇവിടെ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് കോഹ. ഒരു ലൈബ്രറി ഓട്ടോമേഷൻ നടത്താൻ വേണ്ടിയിട്ട്, അതായത് ലൈബ്രറിയുടെ മൊത്തം സിസ്റ്റങ്ങള് ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ക്രൂട്ടനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ പേരാണെന്ത്, കോഹ എന്ന് പറഞ്ഞത്. ഇപ്പൊ ബാങ്കിൽ പോയ സോഫ്റ്റ്വെയർ ഉണ്ടാവില്ലേ, ഇല്ലേ? ഫാർമസിയിൽ ഉണ്ടാവില്ലേ സോഫ്റ്റ്വെയർ, ഹോട്ടലിലില്ലേ, ഇല്ലേ? മാളുകളിലൊക്കെ അല്ലേ സോഫ്റ്റ്വെയർ. ബില്ലടിക്കാനുള്ള ആളെ തിരയുമ്പോൾ പറയും സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ അറിയുന്ന ഒരാളാവണം, അല്ലെങ്കിൽ ടാലി അറിയുന്ന ഒരാളാവണം എന്നൊക്കെ പറയുന്നില്ലേ. അതേപോലെ ലൈബ്രറിയുടെ കംപ്ലീറ്റ് റൂട്ടീൻ വർക്ക്സും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ പേരാണെന്ത്, കോഹ. ആ കോഹയിലേക്ക് അതിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ഡാറ്റാസും എൻട്രി ചെയ്ത് ഡാറ്റകളും എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ നിങ്ങളുടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് വരെ, ഡാറ്റകൾ വരെ നമ്മൾ അതിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തായിരിക്കും, അക്കോമഡേറ്റ് ചെയ്തു വെക്കാൻ പറ്റും. പിന്നെ അതിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാനും, നിങ്ങൾ ബുക്ക് എടുക്കാൻ വരുമ്പം ഈ സിസ്റ്റം മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യാനും റിട്ടേൺ ചെയ്യാനും ഒക്കെ കഴിയും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഞാൻ ബുക്ക് എടുത്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ റിട്ടേൺ ചെയ്തിട്ടില്ല എന്നൊക്കെ, ഞാൻ ബുക്ക് കൊണ്ടുപോയില്ല എന്നൊക്കെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മുഖേന തെളിയിക്കാൻ കഴിയും, ഈ ഒപ്പാക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തെളിയിക്കാൻ കഴിയും. ഇനി RFID അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താണ്, ലൈബ്രറിന്റെ പണി കുറയല്ല, കുറച്ചും കൂടി സെക്യൂർ ആയി കിട്ടും. പണി കുറയൊന്നുമില്ല, പക്ഷെ അവർക്ക് കുറച്ചും കൂടി എന്താവും, സെക്യൂർ ആവും. സാധനങ്ങൾ മിസ് ചെയ്തു പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ ഇതില് കുറെ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ, ടൈറ്റില്, ഓഥർ, സബ്ജക്റ്റ്. ഇപ്പൊ കോൾ നമ്പറും ISBN DDC ഒക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ബുക്കിന്റെ ടൈറ്റിൽ അറിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടൈറ്റിൽ അടിച്ചു കൊടുക്കാം. ഓഥറെ പേരറിയെങ്കിൽ എന്ത് ചെയ്യാം, ആ ഓഥറെ പേരടിച്ചു കൊടുക്കാം. ഇനി അതല്ല സബ്ജക്റ്റ് അറിയുള്ളൂ എങ്കിൽ എന്ത് ചെയ്താൽ മതി, സബ്ജക്റ്റ് അടിച്ചു കൊടുത്താൽ മതി. അതാണ് അതിന്റെ ആക്സഷൻ നമ്പർ എന്ന് പറയുന്നത്. അതായത് ആ ബുക്ക് ആ ലൈബ്രറിയിലെ എത്രാമത്തെ ബുക്കാണ്. അപ്പൊ നിങ്ങൾ എത്രാമത്തെ കുട്ടിയാണെന്നുണ്ടാവുമല്ലോ വീട്ടില്, അല്ലേ? 1ാമത്തത്, 2ാമത്തത്, 3ാമത്തത് ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ലൈബ്രറിയിൽ ഓരോ സമയത്ത് വാങ്ങുന്ന ബുക്കിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആക്സഷൻ നമ്പർ ഇട്ട് കൊടുക്കും. ഇപ്പൊ 1001 എന്നാണെങ്കിൽ അത് 1001ാമത്തെ ബുക്കാണ്. 1000 ബുക്കുകൾ വാങ്ങിയിട്ട് പിന്നീട് വാങ്ങുന്ന ബുക്കാണ് ഈ 1001ാമത്തെ ബുക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ACC നമ്പർ എന്ന് പറഞ്ഞ ആക്സഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്സഷൻ നമ്പറും ഈ ബുക്കിന്റെ ഡീറ്റെയിൽസ് ആയ ഓഥറും അതേപോലെ ടൈറ്റിലും പിന്നെ ബുക്കിനൊരു സബ്ജക്റ്റ് ഉണ്ടാവും അല്ലെ, ആ സബ്ജക്റ്റിന് നമ്മളൊരു നമ്പർ കൊടുക്കണം.
അത് നമുക്ക് പെട്ടെന്ന് കൊടുക്കാനൊന്നും കഴിയില്ല. അതത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മളവിടെ DDC എന്ന് പറയുന്നത്. ആ DDCയിൽ ഈ യൂണിവേഴ്സ് ഓഫ് നോളജിനെ ഒരു 10 ഡിവിഷൻ ആക്കി വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സ് ഓഫ് നോളജിനെ എത്ര ആക്കിയിട്ടുണ്ട്? 10 ഡിവിഷൻസിന്. ആ ഡിവിഷൻസിനുള്ളിൽ കയറിയിട്ടാണ് നമ്മൾ ഓരോ സബ്ജക്റ്റിനും എന്ത് ചെയ്യുക? നമ്പർ കണ്ടെത്തുക. ആ നമ്പറും പിന്നെ ഇത് ഈ കളക്ഷൻ നമുക്കൊരു പേര് കൊടുക്കാം. റെഫറൻസ് കളക്ഷൻ എന്നോ അല്ലെങ്കിൽ UG കളക്ഷൻ എന്നോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്നോ അങ്ങനെ എന്തെങ്കിലും കളക്ഷൻ ഒക്കെ കൊടുക്കും. ഈ എല്ലാ നമ്പറുകളും കൂടിയതാണ് എന്ത്? കോൾ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സബ്ജക്റ്റ് അറിയെങ്കിൽ എന്ത് വെച്ചാൽ മതി? ആ സബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ ആ ടൈറ്റിലിൽ തന്നെ നിങ്ങളെ സബ്ജക്റ്റ് കൊടുത്താൽ മതി. അപ്പൊ ഇത്രയും ബുക്കുകൾ നിങ്ങളെ ലൈബ്രറിയിലുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും ബുക്കുകളുണ്ട്. ഇനി ഇവിടെ അത് അവൈലബിൾ ആണോ അല്ലേ എന്ന് വരെ കാണിക്കുക. കണ്ടോ? റാക്ക് നമ്പർ കണ്ടോ? ഏത് റാക്കിലാണെന്നുണ്ടാവും. പിന്നെ ഇഷ്യൂ ചെയ്തതാണെങ്കിൽ ഇഷ്യൂഡ് എന്നുണ്ടാവും, നോട്ട് അവൈലബിൾ എന്നുണ്ടാവും. അവൈലബിൾ ആണെങ്കിൽ അവൈലബിലിറ്റിയോടെ ഗ്രീൻ മാർക്കിൽ കാണിക്കുകയും ചെയ്യും. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഏത് ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെർച്ച് ചെയ്താൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പിന്നെ പോയി തപ്പിയാ പോരെ? മറ്റേത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെർച്ച് ചെയ്യണം അല്ലെ? ആ സെർച്ചിങ് നമ്മുടെ ടൈം കൺസ്യൂം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ? ഗ്രന്ഥപുര, അതായത് മലയാളം റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട ഈ റിസോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ റിസോഴ്സിലൊക്കെ കൂടുതലായിട്ട് മലയാളം കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. വളരെ കുറച്ച് അതിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ. അത് ഇപ്പൊ ഈ ഗ്രന്ഥപുര എന്നുള്ളതുണ്ടല്ലോ, ഇതിൽ നിങ്ങൾക്ക് മലയാളത്തിലുള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുക. മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിക്ഷണറി ആണ് ഏത്? ഓളം. ഇനി ഇപ്പൊ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമുക്കൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിഗ്രി മാത്രം കഴിഞ്ഞാൽ മതിയാവില്ല. അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ആവശ്യമാണ് അല്ലെ? അപ്പൊ നമുക്ക് അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിഗ്രി ഇട്ടിച്ചിട്ട് പോകാൻ കഴിയുമോ? ഇല്ല. അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് കുറെ ഓൺലൈൻ കോഴ്സുകൾ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് MHRD നേരിട്ട് നടത്തുന്ന കുറെ ഓൺലൈൻ കോഴ്സുകളുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകളും അല്ലെങ്കിൽ സർവീസസുകളുമാണ് NPTEL. സ്വയം കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓറിയന്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അതിൽ കയറിയിട്ട് കോഴ്സ് ചെയ്യണം. ഓഡിറ്റ് കോഴ്സ് ഒക്കെ ചെയ്യാനുണ്ടാവില്ലേ? നിങ്ങൾക്ക് ക്രെഡിറ്റ് ബാങ്കിലേക്ക് വരണ്ടേ? അപ്പൊ ഇങ്ങനത്തെ ക്രെഡിറ്റ് സാധ്യമാവും അങ്ങനത്തെ കോഴ്സുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ലേ? അപ്പൊ അതൊക്കെ അവൈലബിൾ ആവുന്ന സ്ഥലങ്ങളാണ് ഏത്? ഈ NPTEL, MOOC, അതേപോലെ സ്വയം. അത് ഇടക്കിടക്ക് നിങ്ങൾ അതിൽ കയറിയിട്ട് നിങ്ങളെ ID ലോഗിൻ ഒക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഓരോ പുതിയ കോഴ്സുകൾ നമ്മുടെ കംപ്ലീറ്റ് പ്രൊഫൈൽ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ കോഴ്സുകൾ വരുന്ന സമയത്ത് നമുക്ക് ഇൻഫർമേഷൻ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഡിഗ്രിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് വേറെ കോഴ്സുകളും പാസ്സാവാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ചിലപ്പോൾ അവർ വീഡിയോ ആയിരിക്കും നമുക്ക് തരിക. ആ വീഡിയോ കണ്ട് കേട്ട് നമ്മൾ പഠിച്ചിട്ട് എക്സാം എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പൊ ഇതേപോലുള്ള കോഴ്സുകളും നിങ്ങൾ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്രെഡിറ്റും ഒക്കെ എക്സ്ട്രാ കിട്ടാൻ ഏറ്റവും നല്ലതാണ് NPTEL സ്വയം കോഴ്സുകൾ, അതേപോലെ MOOC പോലുള്ള കോഴ്സുകൾ. ആരും ജോയിൻ ചെയ്തിട്ടില്ലേ? ഓഡിറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. ഇത് സാധാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു കോളേജുകളോ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളല്ല NPTEL-ലും സ്വയത്തിലും വരുന്നത്. താഴെ കണ്ടങ്ങള് ഇത് ആരാണിത് നടത്തുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് MOU സൈൻ ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് ചിലപ്പം എത്തിപ്പെടാൻ പോലും പറ്റാത്ത ഇൻസ്റ്റിറ്റ്യൂഷനുകളാണത്. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ കിട്ടുന്ന ഭയങ്കര ബെനിഫിറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ അതിലെന്ത് ചെയ്യാ? ഇതേപോലെ കയറിയിട്ട് നിങ്ങൾ ലോഗിൻ ID പാസ്വേഡ് ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് ചില കോഴ്സുകൾ പെയ്ഡുമാണ്, ചിലത് പെയ്ഡുമല്ല. അപ്പൊ നമുക്ക് പെയ്ഡല്ലാത്ത എടുത്താൽ മതിയല്ലോ.
അപ്പൊ നമ്മൾ എപ്പോഴെപ്പോഴും കയറി നോക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, ലോഗിൻ ചെയ്ത് ഒക്കെ സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും, ആ മെസ്സേജ് ഇങ്ങനെ നോക്കിയാൽ മതി. അതിനനുസരിച്ച് നമ്മുടെ ഫിനാൻഷ്യലിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സുകൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ NPTEL കയറിയിട്ട് ജോയിൻ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ തന്നെയാണ് മൂക്ക്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നാണ് മൂക്കിന് പറയുന്ന പേര്. എത്രയും ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. ചിലപ്പോ 14 ദിവസോ അല്ലെങ്കിൽ 14 വീക്കോ അങ്ങനെ പല കണക്കുകളാണ് ഉണ്ടാവുക. അപ്പൊ ചിലതൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏതൊക്കെ എത്രയോ കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കയറുന്നുണ്ട്. ക്രെഡിറ്റ് സിസ്റ്റം അല്ലേ ഇവർക്ക്, അല്ലേ? ഉണ്ടാവുമല്ലോ. ഓഡിറ്റ് കോഴ്സിൽ ക്രെഡിറ്റ് അല്ലെ അക്കൗണ്ടിലേക്ക് വരല്ലേ ചെയ്യാ. അതിന് ഓൺലൈൻ കോഴ്സുകൾ ഈ മൂക്കിന്റെയും NPTELന്റെയും സ്വയത്തിന്റെ ഒക്കെ കോഴ്സുകൾ ചെയ്താൽ മതി. ഏകദേശം ലൈബ്രറിക്ക് ഒരു ബ്ലോഗ് ഉണ്ട് കേട്ടോ, അത് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താ ബ്ലോഗ് പറഞ്ഞാല്? ബ്ലോഗർമാരുണ്ടോ അവിടെ? അല്ലേ? അതൊന്നും പരിപാടിയില്ല നിങ്ങൾക്ക്? ഇത് കേട്ടോ നിങ്ങളെ ഇഗ്യാൻ ഘോഷ്, ഇഗ്നോ യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ടോ? ആ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളുടെയും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഏതില്? ഈ ഇഗ്യാൻ ഘോഷ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അതിന് കിട്ടും, PDF ആയിട്ട് കിട്ടും. സെർച്ച് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഇംഗ്ലീഷല്ലേ? നിങ്ങളെ ടോപ്പിക് അടിച്ചെടുത്താൽ ഒരു ഒന്നായിട്ട് എന്ത് ചെയ്യും, ഒരു കൊല്ലത്തെ മെറ്റീരിയൽ ഒന്നായിട്ട് ബുക്കായിട്ട് തരും. യൂണിറ്റ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോ നിങ്ങളെ യൂണിറ്റ് 1 അവർക്ക് വേറെ ആയിരിക്കാം. കംപ്ലീറ്റ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ കേട്ടോ. കണ്ടോ BA ഇംഗ്ലീഷ് ഉണ്ടോ? ഉണ്ടല്ലേ? അതേപോലെ PG പാഠശാല. ഇതിൽ എവിടെയുള്ള സർവീസിലല്ലേ? അല്ല മറ്റേത് ഈ PG പാഠശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ ഇൻഫർമേഷൻസും അതിൽ കിട്ടും. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഇഗ്നോയിൽ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ PDF ആയിട്ട് യൂണിറ്റ് വൈസിൽ ആൻസർ കിട്ടും. നിങ്ങൾക്കും അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. കാരണം PG കാർക്കുള്ളതിന് എന്തായാലും കുറച്ച് ബേസിക് ഒക്കെ എന്ത് ഉണ്ടായിടും, ടോപ്പിക്കുകളെല്ലാം ഇതിൽ സെർച്ച് ചെയ്താൽ കിട്ടും.
അതിലുള്ള സബ്ജക്റ്റുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓരോ സബ്ജക്റ്റും ഓരോ സബ്ജക്റ്റിലും എത്ര ഡോക്യുമെന്റ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ബ്രാക്കറ്റ് കാണിക്കുന്നത്. അഡൽട്ട് എഡ്യൂക്കേഷനിൽ 190 ഡോക്യുമെന്റ്സ് അപ്ലോഡഡ് ആണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും സബ്ജക്റ്റുകളെ സബ്ജക്ട് വൈസിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളെ സബ്ജക്റ്റ് ഉണ്ടോ? ഓക്കെ അതാ 560. ഇംഗ്ലീഷുകാർ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് പേപ്പറുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പി ജിക്കാർക്കുള്ള ഓരോ പേപ്പറുകളാണ്. നിങ്ങൾക്കുള്ള ഏതെങ്കിലും പേപ്പറിൽ കാണുന്നുണ്ടോ? എന്നിട്ട് ആ പേപ്പർ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോ സെലക്ട് ചെയ്തില്ലേ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അപ് ടു 1590 അടിച്ചില്ലേ? അപ്പൊ അതിന്റെ ആ പേപ്പറിൽ വരുന്ന ഓരോ മൊഡ്യൂൾസ് ആണിത്. ഈ മൊഡ്യൂൾസ് നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ PDF ഫയലാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആവാം. ഇവിടെ ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് അത് എന്തായിക്കോളും, ഡൗൺലോഡ് ആയിക്കോളും. പിന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള സൗകര്യവും ഏതിലുണ്ട്, ഫെസിലിറ്റീസും നമ്മുടെ ലൈബ്രറിയുടെ സൈറ്റിലുണ്ട്. അവർക്കും പഠിക്കണ്ടേ, വേണ്ടേ? നിങ്ങളെ കൂട്ടത്തിലെ ആൾക്കാരില്ലേ? നിങ്ങൾ എന്ത് സഹായം അവർക്ക് ചെയ്തു കൊടുക്കുന്നത്? എന്താ ചെയ്തു കൊടുക്കണേ? എന്താ അതിനുള്ള ഒരു കോർണറും ലൈബ്രറിയിലുണ്ട്. വിഷ്വലി ഡിസേബിൾഡ് കോർണർ. ഈ വിഷ്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് NVDA. അപ്പൊ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ, പറഞ്ഞു കൊടുക്കുക, അതിനെ കുറിച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇതാണ് അതിന്റെ സൈറ്റ്. ഈ സൈറ്റിൽ ഓപ്പൺ ആക്കിയാൽ മതി. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഒന്നുമില്ലേ? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഒന്നെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ എല്ലാം മനസ്സിലായവരല്ലേ? ഡൗട്ടുകൾ ഒന്നും ഇല്ലെങ്കിൽ കോളേജിൽ ഫസ്റ്റ് അഡ്മിഷൻ ഇട്ട് വരുന്ന ടൈമില് ഇവിടെ ലൈബ്രറിയിൽ പോകുമ്പോൾ കുറെ കമ്പ്യൂട്ടേഴ്സിനെ കാണാം. അത് എന്തിനാണെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ആ ഒരു കുറെ സംശയങ്ങളൊക്കെ ഇപ്പൊ ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിലൂടെ. അപ്പൊ ഇത്രയും നേരം വലിയ കുഴപ്പങ്ങളും ഇല്ലാതെ പേഷ്യൻസ് ആയിട്ട് നിങ്ങൾ നിന്നതിന് നിങ്ങൾക്കും ഈ ഒരു ക്ലാസ് വളരെ മനോഹരമായിട്ട് എടുത്തതിന് ഫറൂഖ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ വാഹിദ മാഡത്തിനും ഡോക്ടർ ഹാർട്ടിൽ നിന്ന് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ട് നമ്മുടെ ലൈബ്രറിയും ഹാർട്ടിൽ നിന്ന് താങ്ക്സ് പറയുന്നു.